മുഅ്മിനീങ്ങളെ, ഇതിലൂടെ ഒരു അടിസ്ഥാനം തുറന്നു വച്ചിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിന്റെ അല്പഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ സിബാഖത്തുഹാ ഇലൽ ഇസ്ലാം വ അവ്വലിയത്തുഹാ ഇലൽ ഇസ്ലാം, അവരുടെ ഇസ്ലാമിലേക്കുള്ള മുൻകടക്കലും ആദ്യമാകലും എന്ന വിഷയം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിന്റെ ചില രഹസ്യങ്ങളെ കുറിച്ച് ഇന്നലത്തെയുള്ള ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഞാൻ അതിന്റെ റൂട്ട് പറഞ്ഞുതരാം. ഹയവാനാത്തിന്റെ എല്ലാം ശൈലി എന്തെന്നാൽ, ഹയവാനാത്തിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ സൗജിയത്തിന്റെ ശൈലിയും തൗലീദിന്റെ ശൈലിയുമാണ്. അതായത് ഇണകൾ, പ്രസവിക്കൽ, ബാപ്പ ഉമ്മയാകൽ. ബാപ്പ ഉമ്മാവെന്ന് പറഞ്ഞാൽ ഒരാളിൽ പുരുഷത്വവും ഒരാളിൽ സ്ത്രീത്വവും ഉണ്ടാവൽ ഹയവാനാത്തിന്റെ പൊതുശൈലിയാണ്. പാറക്ക് അങ്ങനെ ശൈലിയില്ല, ആകാശത്തിനും അങ്ങനെ ഒരു ശൈലിയില്ല. എന്നാൽ ഹയവാനാത്തിന്റെ പൊതുശൈലി ഇങ്ങനെയാണ്. ജീവികൾക്ക് മൊത്തം ഒരു ശൈലി ഉണ്ട്. എന്ത്? എന്നാൽ സസ്യങ്ങളിലും ഉണ്ട്. അത് വേറൊരു ശൈലിയാണ്. ഇതിന്റെ വേറൊരു ഓപ്പോസിറ്റ് സസ്യങ്ങളിലും ഉണ്ട്. അതിലുണ്ട് ഒരു പുരുഷത്വം, സ്ത്രീത്വം, പരാഗണമൊക്കെ അതിലുണ്ട്. ചിലപ്പോൾ അത് ഹൈവാനാത്തിന്റെ ശൈലിയാണ്. ഹൈവാനാത്തിന്റെ ശൈലിയുടെ ഒരു വേറൊരു രീതി ജമാദാത്ത് ആണെങ്കിൽ പോലും അത് നബാത്താത്ത് മുളച്ചു പൊണ്ണുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ ജൈവ ലോകത്തിന്റെ ഒരു പൊതു ശൈലി എന്തെന്നാൽ സൗജിയത്തിന്റെ ശൈലിയാണ്. അതായത് ഒരാളിൽ പുരുഷത്വം, ഒരാളിൽ സ്ത്രീത്വം, എന്നിട്ട് അവർ തമ്മിലുള്ള സംസർഗത്തിലൂടെ പുതിയ പ്രജനനങ്ങൾ, ഇതൊക്കെ ഉണ്ടാകലാണ് ഹൈവാനാത്തിന്റെ ശൈലി. അത് വലിയ ജീവികൾ മുതൽ ചെറിയ ജീവികൾ വരെ അങ്ങനെയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ച ഹൈവാനാണ് മനുഷ്യൻ. അതിൽ കേവലം സൗജിയത്തല്ല. എന്തുകൊണ്ടെന്നാല് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം പറയാം, ആട്, ആന, കോഴി, ഇങ്ങനെയുള്ള ഈ ജീവികൾ, അത് അതിന്റെ ഒരു സ്ത്രീയിൽ പുരുഷൻ പ്രാപിച്ചതിന് ശേഷം അണ്ടാശയത്തിൽ ഒരുമിച്ച് കൂടി നുത്ഫത്തിൽ നിന്ന് കോശമുണ്ടായി അങ്ങനെ വളർന്ന് കുട്ടിയായി, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഉമൂമത്തിനെ ഒരു പരിധിയിൽ അറിയപ്പെടും. എന്നാൽ ഉമൂമത്തിനെ തീരെ അറിയപ്പെടില്ല. അതായത് ആരാണ് എന്റെ ബാപ്പാന്ന് ഒരു ജീവിക്ക് അറിയില്ല. ഉമൂമത്തിനെ സംരക്ഷണ കാലഘട്ടത്തിൽ അറിയപ്പെടും, പിന്നീട് അറിയപ്പെടില്ല. ഇപ്പൊ കോഴിക്കുട്ടിക്ക് അതിനെ സംരക്ഷിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് ഇത് ഈ അമ്മയാണ് എന്റെ അമ്മ എന്ന് പറയും. ഒരു തള്ളക്കോഴി കുറെ കുട്ടികള്, വേറെ തള്ളക്കോഴി വേറെ കുറച്ച് കുട്ടികള്, വേറെ തള്ളക്കോഴി വേറെ കുറച്ച് കുട്ടികള് എന്ന് പറഞ്ഞാൽ പരുന്ത് വരുന്ന സമയത്ത് ഓരോ കുട്ടിയും അതിന്റെ അമ്മയിലേക്ക് പായും. അതിനൊരു ഷുഊറുണ്ടാവും. അങ്ങനെ അത് കുറെ ദിവസങ്ങളാണ് കഴിഞ്ഞാൽ അതിന് അമ്മക്കും ഇഷ്ടമുണ്ടാവില്ല, കുട്ടീനെ അഭയം തേടൂല്ല. അഥവാ കുട്ടി വന്ന തള്ള കൊത്തി ഓടിച്ചു കളയും. അത് ഏത് ജീവി അങ്ങനെയാണ്. ഒരു പരിധിക്കപ്പുറം അതിന്റെ ആ ഉമ്മൂമത്തിനെ ബാപ്പനെ അറിയുന്നല്ല, ഉമ്മന്റെ ഉമ്മൂമത്തിന് അത് നിലനിർത്തൂല. പിന്നെ ഈ കുട്ടിയിൽ എന്തുണ്ടാവുന്നറിയോ? ഈ കുട്ടിയിൽ ഒന്ന് പിന്നെ എന്തായി, പിന്നെ ഒരു വലിയ കോഴിയായി, ആൺകോഴിയായി വളരും, ചേവലായിട്ട് തന്നെ വളരും. വളർന്നതിന് ശേഷം ഈ തള്ളയെ തന്നെ അത് പ്രാപിച്ചിട്ട് പുതിയ മുട്ടയിടും. ഈ തള്ളയിൽ തന്നെ അത് പ്രാപിക്കാം, എന്നത് പുതിയ കുട്ടികൾ ഉണ്ടാവാം. എന്തുകൊണ്ട്? ആ ഉമ്മൂമത്തിന്റെ ശൈലി അതിൽ നിലനിൽക്കൂല. ഇതിൽ വ്യത്യസ്തനാണ് മനുഷ്യൻ. മനുഷ്യൻ എത്ര അതപ്പടിച്ചാലും അവിടേക്ക് മനുഷ്യൻ പോകില്ല. ഇനി പോയാലാകട്ടെ ഈ ഭൂമി ആകാശം പിന്നെ നിലനിൽക്കുകയില്ല. സ്വന്തം തള്ളയെ പ്രാപിക്കുന്ന മക്കളുടെ കാലഘട്ടത്തില് ഈ ആകാശം ഭൂമി തകരുമെന്ന് ഹബീബ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ. അപ്പൊ ഇതില് ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മൗലികമായ ഗുണങ്ങൾ മനുഷ്യനിൽ ഉണ്ട്. ആ ഗുണങ്ങൾ ശുദ്ധവായു പോലെ മനുഷ്യന് പ്രധാനമാണ്. ആ മൗലിക ഗുണങ്ങളെ മറികടന്നാൽ മനുഷ്യനെ ശ്വസിക്കാൻ പോലും കഴിയില്ല, ശ്വാസം മുട്ടും. അല്ലോ, നിങ്ങൾ എന്റെ കൂടെ കയറി വരണം. ഞാൻ എന്താണ് ഈ പറയുന്നത്? മനുഷ്യന് ശുദ്ധവായു പോലെ പ്രധാനമാണ് ചില മൗലിക അടിസ്ഥാനങ്ങൾ.
ആ മൗലിക അടിസ്ഥാനങ്ങളെ നിരാകരിച്ചാൽ മനുഷ്യന് ജീവിക്കാൻ പോലും കഴിയില്ല. ശ്വാസം മുട്ടും. ചില വാർത്തകൾ നമ്മൾക്ക് ശ്വാസ തടസ്സം ഉണ്ടാക്കും. ശ്വസിക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ട്. എർത്തിന് മുകളിൽ ഇഷ്ടം പോലെ വായു ഉണ്ട് ശൂന്യതയിൽ, പക്ഷെ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ ചില വാർത്തകൾ നമ്മളെ നടുക്കിക്കളഞ്ഞു. ശ്വാസം കിട്ടിയില്ല. ശ്വാസം എന്നത് നമ്മളെ ജീവിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയാണ്. പക്ഷെ ആ അടിസ്ഥാന യോഗ്യത പോലും ചില മൗലിക ഗുണങ്ങൾ നിരാകരിച്ചാൽ നമുക്ക് ഇല്ലാതെയാവും. ഉറങ്ങിയതട്ടാ, ഉറങ്ങി കേൾക്കിയതട്ടാ, ഇത് ഭയങ്കര കേൾക്കേണ്ട വർത്തമാനം പറയണേ. അപ്പൊ മനുഷ്യൻ വേറൊരു ജീവിയാണ്. അവൻ മുസ്ലിം ആയാലും അമുസ്ലിം ആയാൽ പോലും ചില ഉത്കൃഷ്ട ഗുണങ്ങൾ അവൻ കാണിക്കും. ഒന്ന് കുടുംബം, പിതാവ്, മാതാവ്, മക്കൾ എന്ന ഈ കൺസെപ്റ്റ് ഈ രൂപത്തിൽ തന്നെ ജനനം മുതൽ മരണം വരെയും കൊണ്ട് നടക്കുന്ന ജീവി മനുഷ്യനാണ്. അതിൽ മതം പോലും മനുഷ്യനെ, മതമാണ് ഇതിന്റെ അടിസ്ഥാനമെങ്കിലും മതമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പോലും മനുഷ്യനെ അറിയാത്ത വിധത്തിൽ മനുഷ്യനെ അത് സ്വാധീനിക്കുന്നുണ്ട്. മതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതിന്റെ അടിസ്ഥാനം അൽ ഫിത്രത്തു സലീമത്താണ്, ഒരു ഫിത്രത്താണ്. അതായത് ജനിക്കുമ്പോൾ തന്നെ അവന്റെ ഹാർഡ് ഡിസ്കിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു സത്യമാണ്. അള്ളാഹുവിനെ മറന്നാലും ഈ മൗലിക സത്യത്തെ മറക്കൂല. മനുഷ്യൻ കുറച്ചു കാലം കഴിഞ്ഞാൽ സ്വന്തം റബ്ബിനെ മറക്കും. പക്ഷേ ഈ ഇതിന്റെ അമ്മയാണ് എന്നത് മറക്കൂല. ഇതിന്റെ അമ്മയാണ്, എന്റെ അമ്മക്കൊരു പ്രാധാന്യമുണ്ട് എന്നത് മറക്കൂല. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില മതങ്ങൾ ദൈവത്തെ പോലും നിർത്തുന്നത് അമ്മയുടെ സ്ഥാനത്താണ്. അല്ലെങ്കിൽ ദൈവത്തെക്കാൾ വലുതാണ് അമ്മ. ചില മതങ്ങളിൽ അമ്മ. ചില മതങ്ങളാകട്ടെ, ചില ആശയക്കോണുകളിൽ ആത്മീയത വളർത്തിയാൽ അവർ എന്ത് ചെയ്യും? ദൈവത്തെ അമ്മേന്ന് വിളിക്കും. ഏതെങ്കിലും ഒരാള് ദിവ്യത്വം കണ്ടാല്, പെണ്ണാണെങ്കിൽ പ്രത്യേകിച്ചും അമ്മേന്ന് വിളിക്കും. അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്ന് നീ ഓർക്കണം. ഓ കറക്റ്റ്. അതന്നെ അമ്മ എന്ന് പറഞ്ഞ ഇതെന്താണ്? ഇത് സത്യത്തിൽ സ്വന്തം സൃഷ്ടാവിനെ മറന്നിട്ടും മനുഷ്യൻ അത് മറക്കൂല. അത് മനുഷ്യന്റെ ഉത്കൃഷ്ടവും അടിസ്ഥാനപരമായ മൂല്യമാണ്. അപ്പോൾ മനുഷ്യൻ ഇനി അത് മറന്നാലോ, അപ്പോൾ മറന്നാൽ മനുഷ്യന് പിന്നെ ഒരു യോഗ്യത ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഭൂവാസം നഷ്ടപ്പെടും, ഭൂവാസം ഇല്ലാതാവും. പിന്നെ നമുക്ക് ഈ എർത്ത് നഷ്ടപ്പെടും, ആകാശം നഷ്ടപ്പെടും, ഒക്കെ തകരും. സ്വന്തം മാതാവിനെ, ഉമ്മയെ പോലെ സമീപിക്കുന്ന കാലത്ത് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വന്നാൽ, അതായത് മതമാണ് ഇതിന്റെ അടിസ്ഥാനം പറ്റുന്നെങ്കിൽ പോലും ഈ മതകീയ ചിന്തകളുടെ ചിന്ത മതമാണ് തന്നിൽ നിക്ഷേപിച്ചത് എന്ന് പോലും അറിയാത്ത വിധത്തിൽ അതവന്റെ മനുഷ്യത്വത്തിന്റെ ബേസ്മെന്റ് ആക്കി വെക്കുക. അതാണ് ഈ അടിസ്ഥാനം, മൗലിക ഗുണം. അങ്ങോട്ട് നോക്കണം. അപ്പൊ ഇവിടെ ബാപ്പ ഉമ്മ എന്നൊരു ബേസ്മെന്റ് ഉണ്ട്. ആ ബേസ്മെന്റ് ഏറ്റവും അടിസ്ഥാനം ബാപ്പയല്ല, ബാപ്പ ഉമ്മയാണ്. ഇതിൽ നമ്മൾക്ക് 3 ബാപ്പ 3 ഉമ്മമാരെ ചരിത്രത്തിൽ കാണിക്കാൻ കഴിയും. ഈ 3 ബാപ്പമാരും 3 ഉമ്മമാരും ചരിത്രത്തിന്റെ അസ്ബഖീങ്ങളാണ് ഇലൽ ഖൈർ. ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഖൈറിന്റെ അസ്ബഖീങ്ങൾ ആ ബാപ്പയും ആ ഉമ്മയുമാണ്. ഈ ഖൈർ എന്നാൽ അത് ഇലാഹിയായ ഒരു സ്രോതസ്സാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് ആദം ഹവ്വ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഭൂമിയിൽ ആദ്യം ഉച്ചരിച്ചാൽ ആദമാണ്, രണ്ടാമത്തെ ഉച്ചരിച്ചാൽ ഹവ്വയുമാണ്. അതിൽ നിന്നാണ് മാനവ കുടുംബം ഉണ്ടാവുന്നത്. അപ്പൊ മാനവ കുടുംബത്തിന്റെ അടിസ്ഥാനം മഅരിഫത്തു അബീഹിം വ ഉമ്മിഹിം അൻ റബ്ബിഹിം. അതാണ്. ഇതിൽ ബാപ്പയാകാൻ പറ്റില്ല, ബാപ്പ ഉമ്മന്നെ ആവണം. എന്തുകൊണ്ട്? ബാപ്പയാകാൻ പറ്റൂല. ഒരു ബാപ്പ 2 ബാപ്പ അങ്ങനെ പറ്റൂല. ബാപ്പ ഉമ്മ തന്നെ പോലും. എന്തുകൊണ്ട്? അപ്പോൾ
അപ്പോഴേ മനുഷ്യൻ ഈ ഒരു അടിസ്ഥാനത്തിലേക്കുള്ളൂ. ബാപ്പ ബാപ്പയിലേക്കൂല, ബാപ്പ ഉമ്മ എന്ന ഒരു ഏകകത്തിലാണ് മനുഷ്യൻ ലയിക്കുന്നത്. നിങ്ങൾ എന്റെ കൂടെ വരണം. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന പൊരുളാണ്. അത് ആദ്യം പറഞ്ഞതാരാ? സയ്യിദുനാ ആദമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞതാരാ? ഹവ്വാവാണ്. പിന്നെ മനുഷ്യൻ തകരുകയാണ്. തകരുമ്പോൾ മനുഷ്യന് റുജൂ വേണം, തിരിച്ച്. മനുഷ്യനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരമസത്യത്തിൽ നിന്ന് മനുഷ്യൻ ചിലപ്പോൾ അകന്നു. ഈ അകലുമ്പോൾ അവർക്ക് തിരിച്ചു പോകണം. ആ തിരിച്ചു പോകലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത്? തൗബ. തൗഹീദും തൗബയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമാണ് അവരുള്ളത്. തൗഹീദ് അകന്നാൽ തൗബയാണ് പരിഹാരം. തൗബയിൽ ചെയ്ത തൗഹീദിലേക്ക് എത്തും. തൗബ ഇല്ലാത്ത കാലത്തോളം തൗഹീദാവുകയില്ല. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടെ ഇത് കയറും. ഞാൻ നിങ്ങളെ മുന്നിലെത്തി നിങ്ങളോടുമല്ല ഈ പറയണത്. ഇനി ഇത് ഏറ്റെടുക്കാൻ കഴിയുന്ന ലക്ഷക്കണക്കായ ജനങ്ങളോടാണ്. അവർ ഖിയാമത്ത് നാളിന് മുമ്പ് ഇത് ഏറ്റെടുക്കും. നിങ്ങൾക്കിത് മുഴുവൻ മനസ്സിലായിട്ടില്ലെങ്കിലും അവർക്കിങ്ങനെ മനസ്സിലാവും. എനിക്ക് അള്ളാഹു തന്ന ഒരു തൗഫീഖാണ് നിങ്ങളെ മുന്നിൽ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. വളരെ ചിന്തിക്കണം. ഇവിടെ അതായത് ഒരു നന്മയിൽ ഒരു ബാപ്പ അടുത്ത ബാപ്പ എന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒരു ബാപ്പ ഉമ്മയിലൂടെയാണ് ഒരു ഏകകം പൂർത്തിയാകുക. എന്നിട്ട് അടുത്ത ഏകകം, അതായത് ഒരു ഖൈറിലേക്ക് ആദ്യം മുൻകടന്നത് ബാപ്പ, രണ്ടാമത് മുൻകടന്നു ബാപ്പ. അങ്ങനെ വരാൻ പാടില്ല. വന്നാൽ അത് അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താണെങ്കിൽ അത് മനുഷ്യന്റെ അടിസ്ഥാന ഏകകത്തെ പൊളിക്കും. ഒരു ഏകകം ഉണ്ടാവുക മനുഷ്യത്വത്തിന്റെ ജൈവവർഗത്തിന്റെ ഏകകം ഇണയിൽ നിന്നാണ്. നിങ്ങൾക്ക് നിങ്ങൾ അടിസ്ഥാന സത്യമാണെങ്കിൽ നിങ്ങൾക്കറിയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗത്തിന് അറിയണം. ആരാ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗം? നിങ്ങളെ ഭാര്യ. ആദമിന്റെ ശരീരം തന്നെയാണ് ഹവ്വാ. ആദമിന്റെ പൂർത്തീകരണമാണ് ഹവ്വാ. ഹവ്വാന്റെ അടിസ്ഥാനമാണ് ആദം. അതോടെ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദം പറഞ്ഞു, പിന്നെ ആര് പറഞ്ഞു? ഹവ്വാ പറഞ്ഞു. ഇനി അവർക്ക് അകന്നുപോയാൽ റുജൂ എന്താ? റുജൂ തൗബയാണ്. തൗബയും ലോകത്ത് ആദ്യം തിരിച്ചടിച്ച് പറയണ്ടാവുക. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടാളും പറഞ്ഞു. അങ്ങനെയാണ് ഖുർആനിലുള്ളത്. സത്യത്തില് ഖുർആൻ എന്തിനാ ഇവിടെ ഹവ്വാവിനെ ഉദ്ധരിച്ച്? ആദമിനെ പറയേണ്ട ആവശ്യമല്ലേ ഖുർആനുള്ളൂ. ഇങ്ങനെ ഹവ്വാവിനെ ഉദ്ധരിച്ചു. ഹവ്വാവ് എന്ന് പറഞ്ഞ ഒരു നബിയൊന്നുമല്ലല്ലോ. പക്ഷെ ഒരു ഏകകത്തിന്റെ ബേസ്മെന്റ് ആണ് ആര്? ഹവ്വ ഇല്ലെങ്കിൽ ആദം പൂർത്തിയാവില്ല. ഹവ്വ ഇല്ലെങ്കിൽ ആദം പൂർത്തിയാവില്ല. ആദം ഇല്ലെങ്കിൽ ഹവ്വാവിന് നിലനിൽപ്പില്ല. മനസ്സിലായോ പറഞ്ഞത്? ആ മനസ്സിലായില്ല. ഹവ്വ ഇല്ലെങ്കിൽ ആദം പൂർത്തിയാവില്ല. പന്തലിന്റെ മഹത്വം അതിൽ വള്ളി പടരുക എന്നുള്ളതാണ്. വള്ളിയെ സംബന്ധിച്ചിടത്തോളം പന്തൽ ഉണ്ടാവലാണ് നിലനിൽപ്പ്. പന്തലില്ലെങ്കിൽ വള്ളിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പന്തലും വള്ളിയും കൂടി കൂടിയാൽ അതൊരു ചമൽകൃതമായ സൗന്ദര്യമാണ്. അതന്നെയാണ് ഓണം പെണ്ണും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പന്തലില്ലാതെ വള്ളിയില്ലാതെ പന്തലിന് അലങ്കാരം ഉണ്ടാവില്ല, പൂർണ്ണാവില്ല. പന്തൽ എന്തിനാ? വള്ളി കയറ്റാനാ. വള്ളി കയറിയിട്ടില്ലെങ്കിൽ പന്തലിന് ഒരു അർത്ഥമില്ല. അത് ശൂന്യതയിൽ അങ്ങനെ നിന്നു എന്നാണ്. നമ്മൾ ആദ്യം വേനൽക്കാലാണ്. ഇപ്പൊ ഈ 2 മാസം ഇനി വേനൽ കൃഷി നടക്കും. കൈപ്പങ്ങ, പടവലങ്ങ, പറ കുറെ പറയാൻ. ഇങ്ങാന്റെ പേര് പറയടോ. ചെരങ്ങ, പിന്നെ ഇതൊക്കെ ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സമയമാണിത്. അതിന് ആദ്യം എന്ത് ചെയ്തു? ഒരുത്തരെ പല തോട്ടറമ്പിൽ ഒരു സ്ഥലമുണ്ട്. ആദ്യം തന്നെ അവൻ പോയി പന്തലിട്ടു. പക്ഷെ കൃഷി ഉണ്ടാക്കാൻ വിട്ടുപോയി. അപ്പോഴത്തേനും പിറ്റേന്നും ബോംബെ കയറി.
ആ വഴി വരികയാണ് എങ്കിൽ പിന്നെ അവന്റെ മൂത്താപ്പ പറയും, അത് നിന്റെ അനുജന്റെ മകൻ കുഞ്ഞുമഹമ്മദ് എന്താ ചെയ്തൊരു പിരാന്ത. മനസ്സിലായില്ല. എന്നാ ഓനെ ബോംബെ പോണെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ആ പണിയെടുത്തു. അപ്പൊ പന്തലിന്റെ പൂർത്തീകരണമാണ് എന്ത്? വള്ളി. വള്ളി ആദ്യം പന്തലിൽ എത്തൂല, വള്ളിയാവൂല, വള്ളി നബാത്തായിട്ട് വളരെയ്യ. പിന്നെ വള്ളി ഇങ്ങനെ പൊന്നും. വള്ളിക്ക് ഇഞ്ചാബിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് പന്തലിലേക്ക് അഭയം തേടും. പന്തലിൽ കയറാതെ വള്ളിക്ക് പ്രസവിക്കാൻ കഴിയില്ല. പന്തലും പള്ളിയും കൂടി കൂട്ടിയാൽ അതൊരു മനോഹരമായ സൗന്ദര്യമാണ്. അതാണ് കുടുംബം. പന്തൽ മാറ്റിയാലോ? പന്തൽ മാറ്റിയാൽ വള്ളി തകർന്നു, പിന്നൊന്നും നടക്കില്ല. പിന്നെന്തുണ്ടാവും? പിന്നെ ഉള്ള കുമ്പളങ്ങ തൽക്കാലം ഒന്നാണ് മൂപ്പിച്ചു കൊടുക്കുന്നത്, അല്ലാതെ ആ കുമ്പളങ്ങയെ വളർത്തുന്ന ഉത്തരവാദിത്തം പോലും വള്ളിക്കുണ്ടാവില്ല. കാരണം എന്തില്ല? പന്തല്ല. ഇതാണ് എന്ത് മാനുഷ കുടുംബം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ ബാപ്പ എന്ന് പറയാൻ, ബാപ്പ ഉമ്മ, ഒരു പന്തൽ അതിന്റെ വള്ളി, അടുത്ത പന്തൽ അതിന്റെ വള്ളി. വെറുതെ കുറെ പന്തൽ ഉണ്ടായിട്ട് കാര്യമില്ല, വെറുതെ വള്ളി ഉണ്ടാവില്ല. ഒരു പന്തൽ അതിന്റെ വള്ളിയാണ് ഒരു ഏകകം. അതാണ് സമൽകൃതമായ സൗന്ദര്യവും. ആ സൗന്ദര്യമാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ പ്രപഞ്ചത്തിന്റെ ജമാലാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാദ്യം പറഞ്ഞത് രണ്ടാളാണ്, ആദമും ഹവ്വായും. അപ്പൊ ഏകകായി. അത് പുരുഷ ബീജവും അണ്ടാശയത്തിലെ അണ്ടവും ചേർന്നപ്പോൾ ഉണ്ടായ സെല്ല് പോലെ പുറത്തു വന്ന ഒരു സെല്ലാണത്. മറ്റത് അകത്തെ സെല്ല്, ഇത് പുറത്തെ സെല്ല്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മറ്റത് അകത്തെ സെല്ല്, ഇത് പുറത്തെ സെല്ല്. ഈ കോശങ്ങളിൽ നിന്ന് പിന്നെ വിവിധങ്ങളായ കോശങ്ങളുണ്ടാവും. അവരാണ് ഇവിടെ ആദ്യം അള്ളാഹിനെ പറ്റി അംഗീകരിച്ചത്. ആ കുടുംബാണ് സിബാഖുൻ ഇലൽ ഇസ്ലാം. അള്ളാഹ് ആദ്യം പറഞ്ഞത് ഈ കുടുംബാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം പറഞ്ഞത് ആദമും ഹവ്വയും. പിന്നെ നോക്കൂ നിങ്ങൾ, പിന്നെ മനുഷ്യൻ അധപ്പതിച്ചു. അപ്പോൾ മനുഷ്യന് തിരിച്ചു പോകാൻ ഇബ്രാഹിം ഒരു കെട്ടിടം പുറത്തു പണിതു. അതിൽ തന്നെ തന്റെ നല്ല ബോധയെ സമർപ്പിച്ചു. അവിടെ രണ്ടാമത്തെ കുടുംബം പൂർത്തിയായി. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? സത്യത്തില് ഇബ്രാഹിമിന്റെ ആദ്യത്തെ ഭാര്യ ഹാജറല്ല, സാറയാണ്. പക്ഷെ സാറാക്ക് ആളുഷാറാണെങ്കിലും ഇടക്കാലത്ത് കരിഞ്ഞു പോകുന്ന വള്ളിയാണ് സാറ. ഇബ്രാഹിമിയത്തിന്റെ ശജറത്ത് ഇബ്രാഹിമിയത്തിൽ രണ്ട് കൊമ്പുണ്ട്. ഒന്ന് ഇടക്കാലത്ത് വലിയ പെരിച്ചാതി മാറ്റിയിട്ട് ആ ഭാഗത്തേക്കുള്ള വേരറ്റോയി അങ്ങനെയാണ് ഉണങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ കുറച്ച് വേരൊക്കെ ഇങ്ങേ കൊമ്പിന്റെ ഭാഗത്തെ വേരിലേക്കാണ് ചേർന്നപ്പോ അതിൽ കുറച്ച് പച്ചപ്പ് നിലനിന്നു, അത്രേ ഉള്ളൂ. ഇബ്രാഹിമിയത്തിന് രണ്ട് കൊമ്പാണ്. ആ രണ്ട് കൊമ്പ് ഇനി എങ്ങനെ കൊമ്പുണ്ടാകണേ അതിന് അസിൽ മടങ്ങണം. ഇബ്രാഹിം ഒന്നാണെങ്കിലും രണ്ട് കൊമ്പിന് രണ്ട് തള്ളയാണ്, ഒന്ന് സാറയും ഒന്ന് ഹാജറും. മനസ്സിലായില്ല? ഇബ്രാഹിമിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഊർജാണ്, ഒരു ശക്തിയാണ്. ഇബ്രാഹിമിയത്ത് ഒരു ശക്തിയാണ്. وجاهدوا في الله حق جهاده واجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم. ഇബ്രാഹിം ഒരു ഊർജാണ്, ഇബ്രാഹിം ഒരു ശക്തിയാണ്. ശക്തിയുടെ സ്രോതസ്സാണ് ഏത്? ശക്തിയുടെ എണ. അതിന് പൂർത്തീകരണം ഒരു എണയിലൂടെ ഉണ്ടാവുള്ളൂ. ഇബ്രാഹിം ഒറ്റക്ക് ഒന്നും ആവൂല. ഇബ്രാഹിം പൂർത്തിയാവണമെങ്കിൽ സാറ വേണം, അല്ലെങ്കിൽ ഹാജർ വേണം. ആദം ഹവ്വ ഇല്ലാതെ പൂർത്തിയാവില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചിന്തിക്കണം. ചിന്തിക്ക്. ഇബ്രാഹിം ഭയങ്കരാണ്, ഒരു ശക്തിയാണ്, ഒരു ഊർജമാണ്, ഒരു ഊർജത്തിന്റെ പ്രതീകമാണ് ഇബ്രാഹിം. ഉറക്കപ്പറ ഇബ്രാഹിം. അതുകൊണ്ടാണല്ലോ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു ശക്തിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്
പ്രബുദ്ധർ ആയിരത്താണ്ടുകളായിട്ട് പ്രബുദ്ധർ പറയുന്ന വാക്ക് ഏതാണ് അല്ലാഹു അക്ബർ? ഇത് അഫ്ളൽ ദിക്ർ അല്ല, പക്ഷേ ഇത് ഇബ്രാഹിമാണ്. അവ്വലു മൻ തലഫള ബിഹാ ഇബ്രാഹിം, ഭൂമിയിൽ ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം. അതുകൊണ്ട് ഒരു പ്രതിസന്ധിയിൽ ഇബ്രാഹിം പുനർജനിക്കണം. മനസ്സിലാവുണ്ട്? നിങ്ങൾ എന്റെ കൂടെ വരി. മനസ്സിലായില്ലേ? ചിന്തിക്കും. ഇബ്രാഹിം ആരാ? ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഊർജമാണ് ഇബ്രാഹിം. അതുകൊണ്ട് ഇബ്രാഹിം ഉച്ചരിച്ച വാക്കാണ് ഊർജം. ഊർജം പകരം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നേരിടാൻ വേണ്ടി നമ്മൾ എന്താ പറയാ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുട്ടികളെ താരാട്ട് പാട്ടുമ്പോ പാടുന്നതാണ്. പ്രതിസന്ധികളിൽ അല്ലാഹു അക്ബർ നമ്മളെ സഹായിക്കും. എന്നിട്ട് സമാധാനം പറഞ്ഞാൽ പിന്നെ കുട്ടികളെ താരാട്ടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ അവിടെ പറയില്ല, കുട്ടി നെട്ടിച്ചാടും. നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? പറയടോ. ഇവിടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവണം. ഉണ്ടാകുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഉണ്ടാവണവരൊന്നും ഉണ്ടാവണവരല്ല, ഉണ്ടാകാത്തവരുമല്ല. ഉണ്ടാവുന്നവർ മുഴുവനും ഉണ്ടായവരല്ല, ഉണ്ടാകാത്തവരുമല്ല. നല്ല പോലെ മനസ്സിൽ തല കൊടുക്കണം. ചിന്തിക്കും. എന്തുകൊണ്ട്? ഇതിൽ ഊർജ്ജമുണ്ട്. എന്തിൽ? അല്ലാഹു അക്ബർ. അത് ഇബ്രാഹിമിന്റെ വാക്കാണ്. ഊർജത്തിന്റെ അവസാനം എന്താ? സമാധാനം. അതുകൊണ്ടാണ് നിസ്കാരം ഒരു സമരമാണ്, നഫ്സിനോട് ചെയ്യുന്ന ജിഹാദാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എപ്പോഴെങ്കിലും പറഞ്ഞോളൂ. യുദ്ധത്തിന് ക്ഷണിച്ച് അത് ജിഹാദുൻ അലാ നഫ്സിഹിയാണ്. അതുകൊണ്ട് വിളിച്ചപ്പോൾ പോലും അല്ലാഹു അക്ബർ പറഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. ആ ഊർജത്തിന്റെ സമരമുണ്ട്. സമരത്തിന്റെ അവസാനം സമാധാനം. അപ്പോ സമാധാനത്തിന്റെ അവസാനം എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കാരം അങ്ങനെയാണ്. നിസ്കാരം ജിഹാദ്. ഓരോ ഇന്ത്യക്കാലിലും അല്ലാഹു അക്ബർ. സമരത്തിന്റെ അവസാനം സമാധാന. അത് കുരുക്ഷേത്രമാണെങ്കിലും അങ്ങനെയാണ്. കുരുക്ഷേത്രത്തിന്റെ അവസാനം പഞ്ചപാണ്ഡവന്മാർ കൈലാസം തേടി പോവാണ്. അപ്പോൾ പിന്നെ അവര് നല്ലത് സമാധാനമാണെന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. അതാണ് ദ്രൗപദിയുടെ കണ്ണ് പൊട്ടിപ്പോയി. ധർമ്മപുത്രൻ മുന്നിൽ നടന്നു. ആകെ ദ്രൗപദി എന്ന പാഞ്ചാലിയെ താങ്ങാൻ ആകെയുള്ളത് ഭീമസേനൻ ലാസ്റ്റ് നടന്നു. പിന്നെ യമുനാ നദിക്കരയിലൂടെ അങ്ങനെ പോവുക, കൈലാസത്തേക്ക് തേടി അങ്ങനെ പോവാണ്. അപ്പോൾ ദുര്യോധനനെ കൊന്ന ആ ഗദ യമുനാ നദിക്കരയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അത് വീണ്ടും പഞ്ചപാണ്ഡവന്മാരെ അലോസപ്പെടുത്തി. എന്തുകൊണ്ട്? അത് യുദ്ധത്തിന്റെ ഓർമ്മയാണ്. ഭഗവത്ഗീതയിൽ അവസാനത്തെ വാക്ക് ശത്രു മരിക്കുന്നില്ല എന്നാണ്. ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവ് കാട്ടിലേക്ക് ഒളിച്ചോടിപ്പോയിരുന്നു. സമാധാനം തേടിപ്പോകുമ്പോഴും സമാധാനത്തെ തിരിച്ചറിയാത്തവർ തന്നെ ഞങ്ങളെ ആക്രമിക്കുമോ എന്ന പേടിയിലാണ് മഹാഭാരതം അവസാനിക്കുന്നത്. അതാണ് മഹാഭാരതത്തിലെ അവസാനത്തെ വാക്ക്. അതുപോലെ ചിന്തിക്കണം. യുദ്ധങ്ങൾക്ക് അവസാനം സമാധാനമാണ്. മനസ്സിലായോ പറഞ്ഞത്? അത് ധാർമ്മികമായ യുദ്ധമാകുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്നത് അത് അനിശ്ചിതത്വവും അസമാധാനവുമാണ്. യുദ്ധത്തിന് വേണ്ടിയുള്ള ധർമ്മത്തിന് വേണ്ടി യുദ്ധമുണ്ട്. അത് സമാധാനത്തിന് അവസാനിക്കും. നിങ്ങൾ ഇതിന്റെ കൂടെ വരണം. അതുകൊണ്ടാണ് നിസ്കാരം കഴിയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. സമാധാനത്തിന് അവസാനിച്ചു. അതുവരെ ജിഹാദുൻ അലാ നഫ്സിഹി. അത് മാനവ സമൂഹത്തിന് സമർപ്പിച്ച ആൾ ഇബ്രാഹിമാണ്. ഇബ്രാഹിമിന്റെ വാക്കാണ് എന്ത്? അല്ലാഹു അക്ബർ. ഇബ്രാഹിം നിസ്കാരം ലോകത്തിന് സമർപ്പിച്ചത് ഇബ്രാഹിമാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ ഹൈക്കമ്മീഷണർ ശേഷം അള്ളാഹുവിന്റെ ഹൈക്കമ്മീഷണറാണ്, അള്ളാഹിന്റെ ഓഫീസിൽ ഹൈക്കമ്മീഷണറാണ് മുഹമ്മദ് ഒപ്പിടാതെ ഒരു കടലാസം നീങ്ങൂല. അതാർക്കും നീങ്ങൂല. നിങ്ങൾ ഇവിടെ ഇല്ല. അള്ളാഹുവിന്റെ ഹൈക്കമ്മീഷൻ എംബസിയിലെ പ്രധാനപ്പെട്ട ഹൈക്കമ്മീഷണറാണ് ആര്? മുഹമ്മദ്. ഇയാൾ ഒപ്പിട്ടുകൊടുത്തില്ലെങ്കിൽ ആദമിന്റെ ഫയൽ പോലും അവിടെ ചുവപ്പനാടയിൽ കിടക്കും. അതാണ് മുഹമ്മദ്. അത് തിരിയാത്തവനെ ദീൻ എന്താണെന്ന് തിരിയില്ല. അതാണ് മുഹമ്മദ്.
എന്നാൽ എന്തുണ്ടെന്നറിയോ, മുഹമ്മദിനെ പറ്റി പറയൽ സ്വാഭാവികം. എന്നാൽ ഇബ്രാഹിമിനെയും പറയും നിസ്കാരത്തിൽ. ഒരൊറ്റ മനുഷ്യനെ പറയും ഇബ്രാഹിമിനെ. എന്തുകൊണ്ട്? ഇബ്രാഹിം നിസ്കാരത്തിന്റെ പിതാവാണ്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. തേന പോലെയും പാല് പോലെയും തനിക്ക് ഇഷ്ടപ്പെട്ട തന്റെ നല്ല പാടിയെ കൊണ്ടുവന്നിട്ട് ആ പെൺകുട്ടിയുടെ തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിൽ കൊണ്ടുവന്ന് മക്കയിലാക്കിയിട്ട് പറയാണ്, അള്ളാ, ഈ കുഞ്ഞുമോളെ ഇവിടെ ആക്കി പോകുന്നത് എനിക്കിഷ്ടമില്ല, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടാണ്. എന്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം അവർ നിന്നെ ആരാധിച്ച് പഠിക്കട്ടെ. റബ്ബനാ ലിയുഖീമുസ് സ്വലാ. അന്ന് ഈ പൊന്നുമോൾക്ക് 20 വയസ്സാ. ഹാജറിന് ഇബ്രാഹിമിന് ഒരഭിപ്രായം 100 കടന്നു. യുവവൃദ്ധനാണ് ഇബ്രാഹിം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ല. യുദ്ധം ഉണ്ടാക്കിയത് ഒരാളാണ്, സമാധാനം ഉണ്ടാക്കിയത് ഒരാളാണ്. യുദ്ധത്തിന്റെ ധാർമ്മിക യുദ്ധം, അതിന് അവസാനം ഉണ്ടാവുക സമാധാനം. ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിലൊന്നും സമാധാനം ഉണ്ടാവില്ല. ഒരു യുദ്ധത്തിൽ നിന്ന് അടുത്ത യുദ്ധത്തിലേക്കാണ് പോവുക. എന്തുകൊണ്ട്? ഇന്നത്തെ യുദ്ധത്തിന് വേണ്ടിയോ ഭൗതികതയ്ക്ക് വേണ്ടിയോ ധാർമ്മികമായ ഒരു അർഹതയും അവകാശവും ഒരു പാർട്ട്ണർഷിപ്പും ഇന്നത്തെ യുദ്ധങ്ങളിൽ ഇല്ല. അത് സമാധാനത്തെ പുലർത്തുകയും ഇല്ല. എന്നാൽ ഇനി ഒരാൾ വരും, അദ്ദേഹം ധാർമ്മികമായി യുദ്ധം ചെയ്തും അത് സമാധാനത്തിൽ പുലരും. അതാണ് മഹാനായ ഇമാം മഹ്ദി. വളരെ ചിന്തിക്ക്. രാവിലെ വന്നിട്ട് ഉറങ്ങല്ല, എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഉറങ്ങും, ഇങ്ങനെ നോക്കി ഉറങ്ങും. എന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഈ ഒരു അക്ഷരത്തിന്റെ സൗന്ദര്യത്തിനപ്പുറത്തുള്ളൊരു സൗന്ദര്യത്തിനെ ആലോചിക്കണം. പെണ്ണുങ്ങളെ മേലിൽ നിന്നൊക്കെ കണ്ണുകിട്ടെടുക്ക്, ഭാര്യയുടെ അടുത്തുനിന്ന് കണ്ണൊക്കെ, അടുക്കളയിൽ നിന്നും കിടപ്പുമുറിയിൽ നിന്നൊക്കെ കണ്ണുകിട്ട് കൊണ്ടുവന്നിട്ട് ആ കണ്ണ് ഈ സൗന്ദര്യത്തിനപ്പുറത്തൊരു സൗന്ദര്യത്തിൽ അടുപ്പിക്ക്. ചിന്തിക്ക്. സയ്യിദുന ഇബ്രാഹിം മാനവകുലത്തിന്റെ 2ാമത്തെ പിതാവാണ്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുന ഇബ്രാഹിം. പക്ഷെ ഇബ്രാഹിമിന്റെ പൂർത്തീകരണം 2 പെണ്ണുങ്ങളാണ്. ഒന്ന് സാറ, ഒന്ന് ഹാജർ. ഒന്ന് സാറയും ഒന്ന് ഹാജറും. സാറയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ആര്? ജിബ്രീൽ. فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد وامرأته قائمة فضحكت. തൊട്ടടുത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങിയ സാറ. ഇബ്രാഹിമിന്റെ നല്ല പാട്ട്. ആര്? ഫളാഹിക്കത്ത്, ചിരിക്കാൻ തുടങ്ങി. അവിടെ ജിബ്രീലും മീകായിലും നിൽക്കാം. ഇവിടെ ചിരിക്കാര്? പെണ്ണാണല്ലോ. പെണ്ണ് എന്താണെങ്കിലും ലേശം സെൻസ് കുറയും. അപ്പോഴേ അല്ലേ ആരാവുള്ളൂ. പറ ആരാവാ? ആ പെണ്ണ പരിസരമൊന്നും പെണ്ണിന്റെ പെണ്ണാണ് ചിരിച്ചു. അവിടെ ചിരിച്ചു പെണ്ണ്. അപ്പോൾ പിന്നെ ജിബ്രീൽ ഒന്നും ദേഷ്യപ്പെട്ടില്ല, പെണ്ണല്ലേ. അപ്പോൾ നാം സാറയോട് സംസാരിച്ചു, സന്തോഷകരമായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നുണ്ട്. ഇസ്ഹാഖ് ഡയറക്റ്റ് ആരോട് പറഞ്ഞു? സാറോട്. ഡയറക്റ്റ്. അത് മനുഷ്യ കുടുംബത്തിന്റെ 2ാമത്തെ കുടുംബം. ആദ്യത്തെ കുടുംബം ആദമീയത്ത്, 2ാമത്തെ കുടുംബം ഇബ്രാഹിമിയത്ത്. മനസ്സിലായോ? ഇബ്രാഹിമി കുടുംബം ആത്മീയതയുടെ കുടുംബമാണ്. ആദമി കുടുംബം അങ്ങനെയല്ല. ആദമി കുടുംബത്തിന്റെ അടിസ്ഥാനം ശാരീരിക കുടുംബമാണ്. അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് എന്തും പ്രസവിക്കും. മനസ്സിലായില്ലേ? 2ാമത്തെ മാനുഷിക കുലത്തിന്റെ 2ാമത്തെ കുടുംബമാണ്
ആര്? ഇബ്രാഹിമത്ത്. പക്ഷേ മധ്യേഷ്യയിലെ സമൂഹങ്ങൾക്ക് നേരിട്ടും മധ്യേഷ്യൻ ആഫ്രിക്കയിലെ കുറച്ച് ഭാഗങ്ങൾ, ഏഷ്യയിലെയും പൗരസ്ത്യ മധ്യേഷ്യൻ നാടുകളിലെ കുറച്ച് ഭാഗങ്ങൾ, അവിടേക്ക് മാത്രമാണ് പിതാവായത് ആര്? ഇബ്രാഹിം. ബാക്കിയുള്ളവർക്ക് ഇബ്രാഹിം ഉദാഹരണമാണ്. ഡയറക്റ്റ് അവർക്ക് പിതാവായി, ധർമ്മത്തിന്റെ പിതാവായി ആര്? ഇബ്രാഹിം. അവിടെ ഇബ്രാഹിമിന് 2 പൂർത്തീകരണങ്ങൾ ഉണ്ടായി. ഒന്ന് സാറ, 2 ഹാജർ. ചിന്തിക്ക്, മനുഷ്യൻ അധപ്പതിച്ചപ്പോൾ തിരിച്ചു മടക്കാൻ വേണ്ടി വന്ന ആളാണ് ആര്? ആര് ആര്? ഇബ്രാഹിം. അതുകൊണ്ടാണ് ഇബ്രാഹിം പുതുക്കി പണിതത്. തിരിച്ചു മടങ്ങേണ്ട സ്ഥലമാണ് എന്ത്? കഅബ. കഅബയുടെ ലക്ഷ്യം ഇസ്തിഗ്ഫാറാണ്. കഅബ ഉണ്ടാക്കിയത് പൊറുക്കലും തേടാൻ വേണ്ടിയാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? തൗഹീദ് 2 കാര്യങ്ങളിലാണ് മനുഷ്യന്റെ ധർമ്മം. ഒന്ന് തൗഹീദിൽ, 2 തൗബയിൽ. തൗഹീദ് ആദ്യം ഉച്ചരിച്ച ആൾ ആദം. തൗബക്ക് വേണ്ടി ലോകത്തിനൊരു കെട്ടിടം സമർപ്പിച്ച ആൾ ഇബ്രാഹിം. ആ ഇബ്രാഹിമിനോട് ഇതിൽ സഹകരിച്ച കുടുംബത്തിന്റെ ഉമ്മയെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മണ്ണിനോട് ഹാജർ ചേർന്നു. അവിടെ ചേരേണ്ട ആൾ ആരെന്നെയാണ്? കഅബയോട് ചേരേണ്ട ശരീരം ആരാണ്? ഹാജറാണ്. വളരെ ചിന്തിക്കണം. എന്തിനാ കഅബ ഉണ്ടാക്കിയത്? പൊറുക്കലിനെ തേടാൻ. മനസ്സിലായോ? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് കഅബക്ക് എന്തായാലും കഅബ പൊറുക്കലിനെ തേടുന്ന സ്ഥലമാണ്. കഅബ കരയാനാണ്. കഅബ കരയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചാണ് അസ്തഗ്ഫിറുല്ലാഹ് തിരിച്ചു പോകാൻ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതില് 2 ഭാര്യമാരുണ്ട്, വേറെയും ഭാര്യമാരുണ്ട്. ആർക്ക്? സയ്യിദുനാ ഇബ്രാഹിമിനെങ്കിലും ഏറ്റവും അറിയപ്പെട്ട ഭാര്യയാണ് ആര്? ഹാജർ. എന്തുകൊണ്ട്? ഹാജർ എന്ന ആൾ തൗഹീദും തൗബയുമാണ് മേളിച്ചു. ആരില്? ഹാജറില്. തൗഹീദും മേളിച്ചു, തൗബയും മേളിച്ചു. അതാ അങ്ങനത്തെ മോളാണ്, പെണ്ണാണ് ആര്? ഹാജർ. പിന്നെ ആ കുടുംബം അങ്ങോട്ട് വികസിച്ചു. ആ കുടുംബം പിന്നെ 3ാമത്തെ കുടുംബം കൂടിയുണ്ട് ഭൂമിയിൽ. അത് മുഹമ്മദ് ഖദീജയാണ്. 3 കുടുംബമാണ്. 1 ശരീരത്തിന്, 2 ആത്മാവിന്. പക്ഷേ ഇതിൽ ആത്മാവിന് വേണ്ടി വന്ന ആദ്യത്തെ കുടുംബമായ ഇബ്രാഹിമിയത്ത് വളരെ കുറഞ്ഞ സമൂഹത്തിന് മാത്രമാണ് ഡയറക്റ്റ് ഇടപെട്ടത്. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആൾ ആരാണ്? ആദമാണ്. 2ാമത് പറഞ്ഞ ആൾ ഹവ്വ ആണ്. കഅബാലയത്തെ കഅബാലയമാക്കാൻ ആ മണ്ണിലേക്ക് ആദ്യം ചേർന്ന ആൾ ആ ഇബ്രാഹിമാണ്. ആ മണ്ണിനെ തെരഞ്ഞെടുത്ത ആൾ ഇബ്രാഹിമാണ്. ആ മണ്ണിനെ തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ആൾ ഹാജറാണ്. അവിടെ ആ കുടുംബം പൂർത്തിയായി. ഇനി ലോകത്തിന് ഒരു നന്മക്ക് വേണ്ടി ഒരു കുടുംബം പുതിയതായി വരികയാണ്. അത് മുഹമ്മദ് ഖദീജ കുടുംബം റളിയല്ലാഹു അൻഹ. അവിടെ ഇനി ഒരാളും ഇല്ല, ഇവിടെ വേറൊരാളും ഇല്ല. ഈ 2 ആളാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഈ കുടുംബത്തിന്റെ പൂർത്തീകരണം ശരീരത്തിന്റെ ബാപ്പയാണ് ആര്? ആത്മാവിന്റെ പിതാവാണ് സയ്യിദുനാ ഇബ്രാഹിം. പക്ഷേ പരിമിതമായ സമൂഹത്തിനേ ഉള്ളൂ. പിന്നെ ലോകത്തിനൊരു ബാപ്പയും ഉമ്മയും വന്നു. ആര്? മുഹമ്മദ് ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഈ ഉമ്മത്ത് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് എന്നാദ്യം പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ. 2ാമത് പറഞ്ഞാൽ ഖദീജ. അതുകൊണ്ട് ഖദീജക്ക് ഒരു പേര് കൂടി ഉണ്ടായി, അൽ കുബ്ര. ഏറ്റവും വലിയവൾ ഖദീജ. ഉറക്കപ്പറ ഖദീജ. ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഉദാഹരണമാണ് ഈ കുടുംബം. ആരും മുത്തുനബിയും
ഖദീജയും. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ ആദ്യം വന്ന ആൾ ആരാവുക? ഖദീജാവുക. രണ്ടാമത്തെ ആളാവൂല. ഇത് ലോകത്തെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാനുഷിക കുടുംബത്തിന്റെ ശുദ്ധീകരിച്ച ഒരു ആവർത്തനാണ്. അവിടെ സിദ്ദീഖാകാൻ പാടില്ല, നടക്കൂല, അത് നടക്കൂല. പിന്നെ എന്തേ സിദ്ദീഖ് എന്ന് പറഞ്ഞു? ഇവരെ പേരിട്ട് പറയണ്ട, ആദം ഹവ്വവും ഹവ്വ ആദമുമാണ്. ആദമിന്റെ പൂർത്തീകരണമാണ് ആര്? ഹവ്വ. ഹവ്വാന്റെ അലങ്കാരമാണ് ആര്? ആദം. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ശ്രദ്ധിക്കണേ, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഞാൻ തന്നെയാണ്, പക്ഷെ തുണി പായിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല, കാണാനും സുഖം ഉണ്ടാവില്ല. പെണ്ണ് പെണ്ണാകുമ്പോൾ പെണ്ണ് പെണ്ണ് തന്നെയാണ്, പെണ്ണ് ഭാര്യയാകുമ്പോൾ പെണ്ണ്. ആ ശക്തിയുള്ള പുരുഷന്റെ അലങ്കൃതം, അതായത് സമർപ്പിച്ചത് വസ്ത്രമാണ്. വസ്ത്രമല്ല, വസ്ത്രം എന്ന പരിഭാഷ വസ്ത്രവുമല്ല, ഉടയാടാണ് പറയുന്നത്. ഉടയാടാണ് പറയുന്നത്. അണിഞ്ഞ വസ്ത്രത്തിനാണ് സൗബ് എന്നറിയാം, ലിബാസ് എന്നറിയാം, അല്ലെങ്കിൽ സൗബ് എന്നറിയാം. അണിഞ്ഞ വസ്ത്രത്തിന് എന്ത് പറയൂ? ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവർക്ക് അണിഞ്ഞ വസ്ത്രവും അവർ നിങ്ങൾക്ക് അണിഞ്ഞ വസ്ത്രവുമാണ്. അപ്പോൾ മുഹമ്മദിയത്തിന്റെ പൂർത്തീകരണമാണ് ആരിലൂടെ കണ്ടത്? ചരിത്രത്തിൽ എന്നും ഒരു കേട് പറയാൻ കഴിയും, എന്നിട്ടോ ഭാര്യ വന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നൂഹ് നബിയോൻ, നൂഹിന് അത്ര തൗഫീഖുള്ളൂ, വലിയ ആൾ തന്നെയാണ്. നൂഹിൽ ഇത് പൂർത്തീകരിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല. സയ്യിദുനാ നൂഹ് ഉലുൽ അസ്മാണെങ്കിലും അദ്ദേഹത്തിന് 5ാം നമ്പർ സ്ഥാനമാണ്. എന്നാൽ ഉലുൽ അസ്മിൽ ആദ്യം വന്ന ആളാരാ? നൂഹാണ്. ആദ്യം വന്ന ആള് നൂഹാണ്, പക്ഷെ സ്ഥാനത്താൽ നൂഹ് 5. എന്തുകൊണ്ട്? തന്റെ നല്ല ഭാര്യയെ പോലും ഈ തൗഹീദ് ഉച്ചരിക്കാൻ നൂഹിന് കിട്ടിയില്ല. ഇതങ്ങനല്ല. ഇതാദ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് എന്ന് മുഹമ്മദ് അംഗീകരിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അംഗീകരിക്കുന്നത് ഖദീജ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ അന്നക റസൂലുള്ളാഹ്. സയ്യിദുനാ ഖദീജ, പറക്കപ്പറ സയ്യിദുനാ ഖദീജ. പിന്നീടുള്ള ഭാര്യമാരെല്ലാം നിയമങ്ങൾ പഠിക്കാനുള്ള ഭാര്യമാരാണ്. അതുകൊണ്ട് അവർ മദീന ജീവിതകാലത്താണ് ഒരു സൗദ ഒഴികെ ചില്ലറക്കാലം ഖദീജ ബീവി മരിച്ചപ്പോൾ സമാശ്വാസത്തിന് വേണ്ടി വൃദ്ധയായ ഒരു ഇടവൃദ്ധയായ ആരെ കെട്ടിയിട്ടുണ്ട്? സൗദയെ. ഒരു സമാശ്വാസത്തിന് വേണ്ടി മാത്രം. ആരെ സമാശ്വസിപ്പിക്കാൻ കൂടി? സൗദയെ. കാരണം സൗദയുടെ ഭർത്താവ് അബസീനിയയിൽ വെച്ച് ദാരുണമായി മരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി തയ്യാറാവുകയും എനിക്ക് വേണ്ടി മരണപ്പെടുകയും ചെയ്ത ഒരു സഹോദരന്റെ ഇണയോടുള്ള മാനുഷികമായ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു ബോധത്തിൽ നിന്ന് സൗദയെ കല്യാണം കഴിച്ചു. മക്ക ജീവിതകാലത്തിൽ മുഹമ്മദ് മുസ്തഫ 6 മരിച്ചിട്ട് ഖദീജ മരിച്ചിട്ട്. എന്നാൽ ഭാര്യമാരുണ്ട്, 9 ഭാര്യമാരുണ്ട്, അവർ മരിച്ചുപോയി. മുഹമ്മദ് മുസ്തഫ ഈ ഭാര്യമാർ മദീന ജീവിതം. മദീനയോ മക്ക മദീന രണ്ടാണ്. മക്ക അടിത്തറയും മദീന നിയമങ്ങളുമാണ്. യഥാർത്ഥ സമരം നടക്കുന്നത് മക്കയിലാണ്. അതിന്റെ പ്രത്യക്ഷ ഭാവങ്ങൾ മാത്രമാണ് എവിടെ നടക്കുന്നത്? മദീനയിൽ. മദീനയാണ് ഒരു സ്ട്രഗിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് മക്ക തന്നെയാണ്. അത് മക്കയാണ്. എന്നാൽ അവിടെ സമരം നടക്കണമില്ല. അതാ ഞങ്ങളോട് പറഞ്ഞത്, ഉള്ളതാവൂല, ഇല്ലാത്തതാവൂല. യഥാർത്ഥ സമരം സത്യത്തിൽ മക്ക എന്ന് പറഞ്ഞ ഒരു സമരം തന്നെയാണ്. മദീനയോ? മദീന ചുറ്റി വളയാൻ ഇഷ്ടം പോലെ ആളുണ്ട് സഹകരിക്കാൻ. ഒരു സംഘടനയുണ്ട്. അതെത്ര ചെറുതാണെങ്കിലും എന്നിട്ട് പിന്നെ അവർ കരുത്ത് കാട്ടിയിട്ടുണ്ട്. മക്കയിലോ ഒന്നുമില്ല. ചിന്തിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 മാതൃകാപരമായ കുടുംബത്തെ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു. ഒന്ന് ആദം ഹവ്വ. പക്ഷേ അതിന്റെ ഒരു അവസ്ഥ എന്നാൽ അതിന്റെ അവസ്ഥ എന്തെന്നാൽ അതിൽ നിന്ന് എല്ലാം ഉണ്ടായി. ഫാസിഖുൻ വ മുഅ്മിനുൻ വ കാഫിറുൻ.
ഹറാമി ഹലാലി ഒക്കെ ഇതിന് അങ്ങനെ ഉണ്ടായി. കാരണം ഇത് ഉണ്ടാവണല്ലോ. അതാണ് എന്തെന്നുണ്ടായത്. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. പലതുണ്ടായി, മോമിനുണ്ടായി, കഫറുണ്ടായി. ചിന്തിക്ക് ഇതിന്റെ ആഴം നീ ചിന്തിക്ക്. ആദമീയത്തിൽ മക്കളുണ്ടായി, പക്ഷെ അത് ശരീരത്തിന്റെ മക്കളുണ്ടായിരുന്നു. ആത്മീയമായി ആദമിനോട് യോജിച്ചവരുണ്ട്, 99% യോജിക്കാത്തവരുണ്ട്. പിന്നെ ലോകത്തിനൊരു കുടുംബം ഉണ്ടായി. ഏത്? ഇബ്രാഹിമി സാറ, ഇബ്രാഹിമി ഹാജർ. അതിൽ ഇബ്രാഹിമി സാറ കഴിഞ്ഞുപോയി, ആ ബന്ധം കഴിഞ്ഞുപോയി. അതിനുള്ള ലോകത്തെ അന്നൂല് കഴിഞ്ഞുപോയി. പിന്നെ ഇബ്രാഹിമി ഹാജർ എന്ന ബന്ധം നിലനിന്നു. അതാണ് വളർന്നു. അതിന് ദുർബലമായ കരുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളർന്നിട്ട് നേരെ ഒരു ബാപ്പയിലും ഉമ്മയിലാണ് എത്തിച്ചേർന്നു. ഈ ഇബ്രാഹിമിന്റെ പേരക്കുട്ടി തന്നെയാണ് ആര്? മുഹമ്മദ്. ഈ ഇബ്രാഹിമിന്റെ പേരക്കുട്ടി തന്നെയാണ് ആര്? ഖദീജ. ഇബ്രാഹിമും ഹാജറും കൂടി ഒരു മുഹമ്മദിലും ഒരു സാറയിലും ലയിച്ചു, ഒരു ഖദീജയിലും ലയിച്ചു. നിങ്ങൾ എന്റെ കൂടെ വരി മനുഷ്യന്മാരെ. അപ്പൊ അപ്പൊ രണ്ടാളിലാണ് കൂടി. മുഹമ്മദ് നബിയുടെ വല്ലിപ്പും വല്യമ്മയാണ് ആര്? ഒരു കാലത്തും ഉണങ്ങാത്ത ഇബ്രാഹിം ഹാജർ. വല്ലിപ്പും വല്യമ്മയാണ് ആരുടെ? മുസ്തഫ നബിയുടെ. ഇനി ലോകത്തിന്റെ ഒരു ഉമ്മ വേണം. ആര്? ഖദീജ. എങ്ങനത്തെ ഉമ്മ? ഇസ്രായേലിനോട് മാത്രമല്ല. നിങ്ങൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ മുജാഹിദാകാം, ജമാഅത്താകാം, സമസ്തയാകാം, എപി ആകാം, ആരും ആവാം, ഖാദിയാനി ആവാം, ആരും. പക്ഷെ നിങ്ങൾ നിഷ്പക്ഷമായി പ്രഭാഷണം കേൾക്കുക. ഈ സത്യത്തിന് നിങ്ങൾ വാതിലടക്കാത്ത കാലത്തോളം ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അതിന്റെ ഒരു വളരെ അടിസ്ഥാനപരമായ ഒരു ബേസ്മെന്റ് ആണ്, അടിസ്ഥാനത്തിന്റെ അടിസ്ഥാനമാണ് ഈ പറയുന്നത്. ചിന്തിക്കണം. ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ രണ്ടാളിലേക്ക് ചരിത്രം വന്നുകൂടാ. ഈ രണ്ടാൾക്കും ലോകത്ത് നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ ആത്മീയ പ്രകാശത്തിന്റെ ഒരു ഫാമിലിയാണ് ഏത്? നിലനിൽക്കുന്ന ഫാമിലിയാണ് ഏത്? ഇബ്രാഹിം ഹാജർ റളിയല്ലാഹു അൻഹ. സയ്യിദുനാ ഇബ്രാഹിം. സയ്യിദുനാ ഇബ്രാഹിം. സയ്യിദുനാ ഇബ്രാഹിം. നിങ്ങൾ എന്റെ കൂടെ വരൂലേ? നിങ്ങൾ എന്റെ കൂടെ വരൂലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ പറഞ്ഞത്? ആ ലോകത്തിന് ധാർമ്മികമായ ഒരു കുടുംബമാണ് ആര്? ഒരിക്കലും പൂർണ്ണമായി കരിഞ്ഞു പോകാത്ത കുടുംബമാണ് ആര്? ഇബ്രാഹിം ഹാജർ. അത് അത്ര ദുർബലാണെങ്കിൽ പോലും, അതായത് അത് വളരെ ദുർബലമായ കാലഘട്ടത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അത് പറ്റുണ്ടാവില്ല, കരിഞ്ഞൂല. അതിലെന്നും ഒരു പച്ചപ്പിന്റെ നൂലിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ നൂലിലേക്ക് ഇവിടെ ഒരു ബാപ്പയും ഉമ്മയാണ് ചേരുകയാണ്. ഏതാ ബാപ്പ? മുഹമ്മദ് മുസ്തഫ. ഉമ്മയാണ് ആര്? ഖദീജ. ഇവർ രണ്ടാളും രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും ഒന്ന് രണ്ടാളിലൂടെ രണ്ടാളും ഇങ്ങനെ കൂടും. പിന്നെ ഹാജർ ഇബ്രാഹിമിലേക്ക് ഒറ്റപ്പോക്കാണ് പോകും. രണ്ട് ബാപ്പമാര്, ഹുവൈലിന്റെ രണ്ട് ബാപ്പമാര് കഴിഞ്ഞാൽ പറ ആരാ ഉള്ളത്? നേരെ റസൂലുള്ളാഹിന്റെ വല്ലിപ്പയാണ്. അതായത് ഖദീജയുടെ വല്ലിപ്പയും റസൂലുള്ളാഹിന്റെ വല്ലിപ്പയും. ഈ വല്ലിപ്പയിൽ ഇബ്രാഹിമിയത്തുണ്ട്, ഹാജരിയത്തുണ്ട്. മനസ്സിലാവും? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? ഇബ്രാഹിമിൽ നിന്ന് ആരിലേക്ക്? ഇസ്മായിലിലേക്ക്. ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ രണ്ടെണ്ണം അടങ്ങിയിട്ടുണ്ട്. എന്ത്? ഇബ്രാഹിമിയത്തുമുണ്ട്, ഹാജരിയത്തുമുണ്ട്. അതല്ലേ, അത് രൂപപ്പെട്ടതല്ലേ ഇസ്മായില്? ഒന്ന് പറയ മനുഷ്യന്മാരെ, എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? ഇസ്മായിലിൽ രണ്ടെണ്ണമുണ്ട്.
ഇബ്രാഹിമിയത്തുമുണ്ട്, ഹാജറിയത്തുമുണ്ട്. ആ നൂലിങ്ങനെ വന്നിട്ട് അവസാനം എന്ത് ചെയ്തു? അവസാന ഘട്ടത്തിൽ രണ്ടായിട്ട് പിരിഞ്ഞു. ഒന്ന് നേരെ വന്നിട്ട് ഖദീജയിലേക്ക് വന്നു, ഒന്ന് നേരെ മുഹമ്മദ് മുസ്തഫയിൽ. പിന്നെ അവർ രണ്ടാളും ഒന്നായി. പിന്നെ ആ ഒന്നിൽ നിന്ന് പിന്നെ ഒന്നിലുണ്ടായി. അത്രയും അള്ളാഹു ലോകത്ത് ധർമ്മം നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ളൂ. ചെറുപ്പക്കാരത്തി കുട്ടിനെ കെട്ടി പിന്നെ കുട്ടികളുണ്ടായില്ല. എന്തുകൊണ്ട്? ആ കുട്ടി അവർ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഇബ്രാഹിം ഹാജറിന്റെ സംഗമം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? കുട്ടി 40 വയസ്സ് കഴിഞ്ഞ പെണ്ണിന് കുട്ടികൾ ഉണ്ടാകാതിരിക്കാനല്ലേ സാഹചര്യം? പഠിച്ചതമ്പുരാനെ അല്ലാഹുവേ, എന്തൊരു മനുഷ്യന്മാരിഞ്ഞിപ്പോ ഞങ്ങൾക്ക് ബയോളജിയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണിത്? ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആകണം എന്ന് പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞാൽ ചിന്തിക്ക്. എന്നോട് തന്നെ എനിക്ക് ഈ അടുത്ത കാലത്ത് പോലും അനുഭവം ഉണ്ട്. എന്ത് ഒരാള് കല്യാണം കഴിച്ച് പിന്നെ എന്റെ ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ചപ്പോൾ കല്യാണം അന്വേഷിച്ചു, പുതിയ കല്യാണം. അപ്പോ മക്കള് ഷർത്ത് വെച്ചു, കെട്ടിക്കോട്ടെ, പക്ഷെ 40 വയസ്സ് കഴിയണം. മനസ്സിലായില്ല? പുതിയ ഉമ്മാക്ക് 40 കഴിയണമെന്ന് ഷർത്ത്. ബാപ്പാക്ക് ബാപ്പാന്റെ ഹിദമത്തിനും ഒക്കെ ഒരു ഉമ്മാന്റെ സ്ഥാനത്ത് ഒരാൾ വേണം. അതിന് കെട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമല്ല, പക്ഷെ 40 കഴിയണം. അത് നിങ്ങളെപ്പോലത്തെ പോന്തായൊക്കെ തിരിയാൻ സാധ്യത കുറവാ. നിങ്ങൾ അള്ളാനെ പഠിക്കടാ, അള്ളാനെ പഠിക്കടാ. ചെറുപ്പക്കാരത്തിന്റെ കുട്ടിനെ കെട്ടി, നല്ല മിനുമിനുത്ത കുട്ടിയെ കെട്ടി, നല്ല പെൺകുട്ടി കുട്ടികളുണ്ടായില്ല. എന്നാ ഇതിന്റെ അമ്മ മോശാണോ? വലൂതും വധൂതാണ് ഉമ്മുറുമാന്. ഇതിന്റെ ഭർത്താവിന് മോശാണോ? എന്ത് മോശം! കുട്ടികളെ എമ്പാടുണ്ടായ ആളാണ് മുഹമ്മദ് മുസ്തഫ. എന്നാൽ ആയിഷ കുട്ടികളുണ്ടായില്ല, സൗദക്ക് ഉണ്ടായില്ല. സൈനബ് ബിൻത് ജഹ്ഷ് എന്നാണ്, അതിസുന്ദരിയാണ്, ചെറുപ്പക്കാരത്തിയാണ്, ഉണ്ടായില്ല, കുട്ടികളുണ്ടായില്ല. ലോകത്ത് ധർമ്മം ഒരു ഏകകത്തിൽ നിലനിർത്താൻ അള്ളാഹുവിന്റെ ഉദ്ദേശം. അത് പിന്നെ പോരാണ്. അതായത് മുഹമ്മദ് ഖദീജ എന്നത് പിന്നെ നേരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മേളിച്ചു ഫാത്തിമയിൽ. ഫാത്തിമയെ ഖദീജയുടെ മടിത്തട്ടിലും മുഹമ്മദ് നബിയുടെ കയ്യിലും വളർന്ന ഒരു കുട്ടിയെ ഏൽപ്പിച്ചു. അതാണ് അലി. ഒന്ന് ഖദീജയുടെ വയറ്റിന്റെ ഉള്ളിൽ, ഒന്ന് ഖദീജയുടെ വയറ്റിൽ കെട്ടിയത്, ഒന്ന് വയറ്റിന്റെ ഉള്ളിൽ കെട്ടിയത്, ഒന്ന് പുറത്ത് കെട്ടിയത്. ഖദീജയുടെ ഉള്ളിൽ കെട്ടിയതാണ് ആര്? ഫാത്തിമ. ഖദീജയുടെ പുറത്ത് കെട്ടിയതാണ് ആര്? അലി. അവിടെ മടിത്തട്ടാരാ? ആരടാ പറഞ്ഞേ? ഖദീജ. അതാണടാ കുബറയത്. അന്തമാണടാ, അന്തം. അന്തം വേണം, അന്തം വേണം, അന്തം. അന്തം എന്നൊരു സംഗതി. ഇതാണ് ദീൻ, ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. ഇതിനെ പൊളിക്കാൻ ലോകത്തിന് കഴിയില്ല. അതാണ് അല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത്. 2 എണ്ണത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്ത്? ഒന്ന് ഖുർആനും ഒന്ന് എന്റെ കുടുംബവും. അത് 2 ആളിലൂടെ വരികയാണ്. മുഹമ്മദ് പിന്നെ ഖദീജയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പിന്നെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആരില്? അടിമപ്പെണ്ണില്. അതിന് പെണ്ണിന് ലാഭം കിട്ടാൻ വേണ്ടിയാണ്. എന്തിന്? അടിമപ്പെണ്ണുങ്ങളിൽ കുട്ടികൾ ഉണ്ടാക്കാൻ, ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി അടിമപ്പെണ്ണിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. എന്തുകൊണ്ട്? അടിമപ്പെണ്ണിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അടിമപ്പെണ്ണ് അടിമയാവില്ല. അപ്പൊ റസൂലുള്ളാഹിക്ക് അടിമ നിലവാരം, അടിമ രീതി ഇല്ലാതെയാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സമർപ്പണമാണ്. അടിമപ്പെണ്ണിൽ കുട്ടി ഉണ്ടായി. ആർക്ക്? റസൂലുള്ളാഹി. പക്ഷെ ആ കുട്ടിയും നിലനിന്നില്ല, മരിച്ചുപോയി. സത്യത്തിൽ പേര് സമിയു അബീഹി ഇബ്രാഹിം. വല്ലിപ്പാന്റെ പേരൊക്കെ കൊടുത്ത് എന്ത്? ഇബ്രാഹിം. പക്ഷേ അതൊന്നും ഖദീജ അല്ല. ഇത് ഖദീജാന്റെ കുട്ടിയല്ല. ഖദീജാന്റെ കുട്ടിക്കപ്പുറം നിലനിർത്തുന്ന അല്ലാഹുവിന്റെ ഉദ്ദേശമല്ല. ഇനി ദുനിയാവിൽ ആരെങ്കിലും ഖദീജയുടെ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് വാദിച്ചാൽ അവന്റെ ഈമാന്റെ ഷജറത്ത് അപ്പ കരിഞ്ഞു. വെള്ളവും ലവണവും കൊണ്ടാണ് ഒരു വൃക്ഷം നിലനിൽക്കുക. ഷജറത്തുൽ ഈമാന് വെള്ളം വണാണ്, വെള്ളവും ലവണവുമാണ് മുഹമ്മദും ഖദീജയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മനസ്സിലായോ പറഞ്ഞത്? അതിൽ ഏതെങ്കിലും ഒന്നിനെ, ആ രണ്ടിൽ നിന്നുണ്ടായ ഒന്നാണ് എന്ത്? അഹ്ലുൽ ബൈത്ത്. അതിൽ ഒന്നിനെ ഒരാൾ നിഷേധിച്ചാൽ അതോടുകൂടി അവന്റെ ഈമാന്റെ മരം കരിഞ്ഞു. അവൻ എത്ര വലിയ ഇസ്ലാമിക് സ്റ്റഡീസിൽ PhD വാങ്ങിയിട്ടുണ്ടായിരുന്നു. അഹ്ലുൽ ബൈത്തിനെ നിഷേധിച്ചവരുടെ ഈമാൻ കരിഞ്ഞു. ആ ഷജറത്ത് പിന്നെ പൂക്കൂല. കാരണം ഇതിന്റെ ഷജറത്തുണ്ട്. ഒരു വെള്ളം, ഒരു വൃക്ഷം നിലനിൽക്കണമെങ്കിൽ അതിൽ ലവണങ്ങൾ വേണം, പോഷകങ്ങൾ വേണം, എന്തും വേണം, വെള്ളം വേണം. ഈ രണ്ടിൽ നിന്നാണ് ഈ ഷജറത്ത് ഉണ്ടാവുന്നത്. മുഹമ്മദിയത്തും ഖദീജിയത്തും. അത് രണ്ടും മേളിച്ചതാണ് എന്ത്? ഫാത്തിമ. ഫാത്തിമാക്ക് ഒറ്റക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ ഫാത്തിമാക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്തു? ഇങ്ങോട്ട് സ്വാംശീകരിച്ചു. മുഹമ്മദ് ഖദീജ ദമ്പതികൾ ഇങ്ങോട്ട് സ്വാംശീകരിച്ചു. ഖദീജ വരുന്നതിന് മുമ്പ് അലിയെ ഏറ്റെടുത്തിട്ടില്ല. അലി വരുന്നതിന്റെ മനസ്സിലായില്ല. ഖദീജ വരുന്നതിന് മുമ്പ് മുത്ത് മുഹമ്മദ് മുസ്തഫ അലിയാരെ ഏറ്റെടുത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഖദീജ ഭാര്യയായി, അബൂ താലിബിൻ ദാരിദ്ര്യായി. അപ്പോൾ ഏറ്റെടുത്തുകൊണ്ടെന്ന് ആരെ കൈ കൊടുത്തു? ഖദീജാനെ വളർത്തിക്കോർന്നു. മടിയിലിട്ട് വളർത്തി ആരെ? ഖദീജാനെ. മനസ്സിലായോ? പള്ളന്റെ ഉള്ളിലുള്ള കുട്ടിയാണെങ്കിൽ തമ്മിൽ കെട്ടിക്കാൻ പറ്റൂല. പള്ളന്റെ പുറത്താവുമ്പോൾ ഒന്ന് ഉള്ളുന്നു ഒന്ന് പുറത്താവുമ്പോൾ കെട്ടിക്ക. ഇത് ഈ മടിയിൽ തന്നെ വളരണം. വേറൊരു മടി ഇതുപോലത്തെ ശുദ്ധമായ മടിയല്ല. അതുകൊണ്ട് ഈ മടിയിൽ തന്നെ കുട്ടികൾ ഉണ്ടാവണം. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞത് ഒന്ന് പറയടോ. മനസ്സിലായോ പറഞ്ഞത്? അബൂ താലിബിന് ദാരിദ്ര്യകാലത്ത് 2 കുട്ടികളെ 2 ഏറ്റെടുത്തു. മുഹമ്മദ് മുസ്തഫ നബി അല്ലെന്ന് അലി ഏറ്റെടുത്തു. ജഅഫറിനെ അബ്ബാസ് ഏറ്റെടുത്തു. കുട്ടികൾക്ക് കല്യാണപ്രായം ആയപ്പോൾ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ആലോചിച്ചൂടെ? അലി എന്ന് പറഞ്ഞാല് ഇവിടെ എപ്പോഴും വളരുന്ന ഒരു കുട്ടിയാ. അപ്പൊ ഒരു ഫാത്തിമാനെ കെട്ടിച്ചു കൊടുക്കാൻ ഈ പൊരി തന്നെ വളർന്ന കുട്ടിയാണ് എന്ത്? അലി. അപ്പൊ അദ്ദേഹത്തിന് ശരി പോലെ രാത്രി കിടക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ചോദിക്കുമല്ലോ, എന്താ നമ്മളെ കുട്ടിക്ക് വയസ്സായല്ലോ, 10-15 വയസ്സായല്ലോ, നമ്മളെന്താ ചെയ്യണ്ടേ എന്ന്. അന്ന് ഖദീജ ബീബി ഇല്ലെങ്കിൽ പോലും കുട്ടി മനസ്സിലായില്ലേ? നിങ്ങളെ മനോമുഖരത്തിൽ നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾക്ക് സ്വപ്നം കാണാലോ. അന്ന് ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം ആരോട് ആദ്യം സംസാരിക്കാം? എന്താ റസൂലുള്ളാഹി പറയും, വേണ്ട, എനിക്ക് നല്ല കുട്ടിയൊക്കെ തന്നെയാണ്, പക്ഷെ അത് വേണ്ട. രണ്ടും ഒപ്പം വളർന്നതല്ലേ. ജാഫർ ഉഷാറാ. ജാഫറിന് ഇത്ര ബന്ധം ആരോടില്ല, ഫാത്തിമയോടില്ല. അതുകൊണ്ട് അബ്ബാസിന്റെ ഒരു മോളുണ്ടെങ്കിൽ അലിക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ. ജാഫറിനെ ഫാത്തിമനെ ജാഫറിനെ കൂടെ കെട്ടിക്കാം. പിന്നെ 2 വട്ടിയിൽ വളർന്നതായി. ഫാത്തിമയെ വയറ്റിലുണ്ടായതും വളർത്തിയതും ഖദീജയുടെ വട്ടി, മറ്റൊരു ഉമ്മു ഫളിന്റെ വട്ടിയാണ്. പക്ഷേ ഉമ്മു ഫളിന്റെ വട്ടിയിൽ വളർന്നാൽ ഖദീജയെ പോലെ ആവില്ല. അപ്പോൾ എല്ലാം ഖദീജയിലേക്ക് വളർന്നു. അബൻ ഉമ്മൻ. അപ്പോൾ പിന്നെ ഖദീജക്ക് പകരം ഉണ്ടാവില്ല. ലോകത്തൊരു അഹ്ലു ബൈത്തിനെ വേദനിപ്പിച്ചാൽ ഖദീജ വേദനിപ്പിക്കും. റളിയല്ലാഹു അൻഹ. ഖദീജ സബ്ബാഖ 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 വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. സബ്ബാഖ ആദ്യം എത്തിയാണ്. മലക്കിന്റെ സിഫത്ത് സിബാഖത്താണ്. ഹൈ സ്പീഡിൽ മുൻകടക്കുക. ഹൈ സ്പീഡിൽ മുൻകടന്ന ആൾ ആരാണ്? والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا. മലക്കിന്റെ സിഫത്തായി പറഞ്ഞ സബഖ. മനുഷ്യൻ മുഅ്മിനാകുമ്പോൾ അവന്റെ സിഫത്തായി പറഞ്ഞ സബഖ. വസ്സാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂൻ. ഖദീജയുടെ സിഫത്തും സബഖ. അസ്ബഖു ഇലൽ ഇസ്ലാമി മിൻ ഉമ്മത്തി മുഹമ്മദ്. ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ആൾ ഖദീജയാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഉമ്മത്തിന്റെ RC ഓണർ ഖദീജയാണ്. ഈ വണ്ടി ഖദീജാന്റെ പേരിലാണ് എഴുതിയിട്ടുള്ളത്. RC അവിടെയാണ്. ഖദീജയുടെ ഓഫീസിലാണ് ഇതിന്റെ RC കിടക്കുന്നത്. എന്തിന്റെ? ഈ ഇസ്ലാമിന്റെ RC കിടക്കുന്നത്. ഇസ്ലാം എന്ന വണ്ടിയുടെ RC കുട്ടി, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് കൊടുത്തു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നേരെ ഷോറൂമിലേക്ക് കൊണ്ടുവന്നു. ആ ഷോറൂമിൽ നിന്ന് ആദ്യം വണ്ടി എടുത്ത ആൾ ഖദീജയാണ്. അതുകൊണ്ട് ആദ്യത്തെ RC ഓണർ പറഞ്ഞ കൈമാരെ ഖദീജ. അവിടുന്നാണ് വെട്ടിയാൽ അവന്റെ വണ്ടിയാണ് ഓടൂല. എവിടെ പിടിക്കാം. ഇപ്പൊ പ്രത്യേകിച്ച് പിടിക്കുമ്പോ തെരഞ്ഞെടുപ്പ് കാലം
ചിരിച്ചുകൊണ്ടാ പോലീസുകാർ പറയണത് ഇലക്ഷൻ ഡ്യൂട്ടിയാണ്, ഒന്ന് പരിശോധിക്കണം. അത് ഇനി വേറൊരു ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട് അവിടെ മഹേശ്വരയിൽ. അപ്പൊ ഡ്യൂട്ടി പോലീസുകാരായ മലക്കുകൾ ഇങ്ങനെ മഹേശ്വരയ്ക്ക് പോകുമ്പോൾ പറയും, ഒന്ന് ഖദീജ ആളാണോ, ഖദീജ നിശ്ചയിച്ച ആളോ, ഇലക്ഷൻ ഡ്യൂട്ടിയാണോ, ഒന്ന് പരിശോധിക്കണം. ഖസീമന്നാറാണ് അലി. നരകം ആർക്കെന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അലി ആർക്ക് കൊടുക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇപ്പൊ ബേജാറാണ്ട, പിന്നെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ പറഞ്ഞിട്ടില്ല, വേറൊന്നും വേണ്ട. നരകം ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പോലും തീരുമാനിക്കാനുള്ള ഒരു അധികാരം ആർക്കുണ്ടാവും? അലിയുണ്ടാവും. ഫാത്തിമയോ ഫാത്തിമ നബിയുടെ മുന്നിൽ നടക്കും. അതിൽ നിന്നാണ് അഹ്ലു ബൈത്ത് വരുന്നത്. ലോകത്ത് ഇപ്പൊ 2 പാർട്ടിയുള്ളൂ, അഹ്ലു ബൈത്തിനെ അംഗീകരിച്ചവരും അഹ്ലു ബൈത്തിനെ അംഗീകരിച്ചവരും. ആ അഹ്ലു ബൈത്തിനെ അംഗീകരിച്ച് ഒരു പരിധിയിൽ അംഗീകരിക്കാം. ചില ആളുകൾ ഷിയാക്കൾ എന്നൊരു വിഭാഗമുണ്ട്, അവർ വ്യക്തികളാണ്, അതോ ഇല്ലാത്ത നോണ പറയേണ്ട ആവശ്യമില്ല. മക്കത്തെ ഇമാമിനെ പറ്റി മുക്കത്തെ ഇമാം എന്ന് പറയലുമാണ് അതിന്റെ ധർമ്മം. മുക്കത്തെ ഇമാമിനെ മഹാനാക്കാൻ വേണ്ടി മക്കത്തെ ഇമാം എന്ന് പറയേണ്ടതില്ല, അത് അയാളെ വഷളാക്കാനേ ഉപകരിക്കുള്ളൂ. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ, മക്കവും മുക്കവും തമ്മിൽ ഫത്തഹിന്റെയും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയടോ അല്ലേ? മക്കത്തെ ഇമാമിനോട് കാണിക്കേണ്ട നീതി അയാൾ മക്കത്തെ ഇമാമാണെന്ന് പറയലും, മുക്കത്തെ ഇമാമിനോട് കാണിക്കേണ്ട നീതി അയാൾ മുക്കത്തെ ഇമാമാണെന്ന് പറയലും. സത്യത്തില് ഷിയാക്കൾക്ക് പറ്റിയതാണ്. ഷയാക്കൾ മുക്കത്തെ ഇമാമിനെ പറ്റി മക്കത്തെ ഇമാം എന്ന് പറഞ്ഞത് അത് ഷിയാക്കൾക്ക് പറ്റിയ അബദ്ധാണ്. അത് വേറെ പാർട്ടിയാണ്. അതുകൊണ്ട് അവര് മുക്കത്തെ ഇമാമിനെ മക്കത്തെ ഇമാം എന്ന് പറഞ്ഞോടുകൂടി അവരെ നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. അവരെ വർത്താനം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യണ്ടെന്നറിയോ? മക്കത്തെ ഇമാമിനെ മുക്കത്തെ ഇമാമാക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഇപ്പൊ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മക്കത്തെ ഇമാമിനെ പറ്റി മുക്കത്തെ ഇമാം എന്ന് പറയുക. എന്നിട്ട് പ്രശ്നം ഉണ്ടാവുമ്പോൾ എന്ത് പറയുക? നിർവ്യാജം ഖേദിക്കുന്നു, ഞങ്ങൾ കമ്പോസിംഗിൽ വന്ന ഒരു ഭീമമായ അബദ്ധമാണ്, ഞങ്ങൾ മക്ക എന്ന് എഴുതിയപ്പോൾ മുക്ക എന്നായി പോയതാണ്, അത് കരുതി കൂട്ടിയതാണ്, അത് അച്ചടി പക്ഷല്ല. അഹ്ലു ബൈത്തിനെ അഹ്ലു സുന്നയെയും ഷിയാക്കളെ കളിപ്പാക്കുന്നുണ്ട്. അതിന് ഞങ്ങളെ പറ്റി ഞങ്ങളുടെ അഭിപ്രായമില്ല. നിങ്ങളെ തറവാട്ടിൽ നിന്നും ഒപ്പ് വാങ്ങിക്കൊണ്ട് നടത്തേണ്ട പരിപാടിയും ഞങ്ങൾക്കില്ല. ഭൂമിയിൽ മനുഷ്യർ സ്വതന്ത്രരാണ്. ഇവിടെ ഇതിന്റെ അടിസ്ഥാന ഖദീജയാണ്. ആദ്യം മുസ്ലിമായത് ഖദീജയാണ്. അതങ്ങനെ വരൂ, അപ്പോഴേ ഇത് പൂർത്തിയാവും. ഇത് പൂർത്തിയാണ് ദീന, ഇത് നൂഹിന്റെ ദീനല്ല. അല്യോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ചിന്തിക്കൂ. അപ്പൊ ഇത് ഖദീജയിലെ പൂർത്തിയാവും. പിന്നീട് നബി എന്നെ പറയണ്ടല്ലോ, ലാ യഖ്ലി അന്നി ഇല്ലാ അലി, എനിക്ക് കടമുണ്ടെങ്കിൽ അലി അല്ലാത്ത ഒരാൾ വീട്ടാൻ പാടില്ല. ഖദീജാന്റെ മടിത്തത്തിൽ വേണമെന്നാണ്. എന്റെ ഫാത്തിമാനെ ഫാത്തിമ പെണ്ണ കടം വിട്ടാൽ ഫാത്തിമാനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. നീ ഫാത്തിമക്ക് വല്ലതും കിട്ടുകയാണെങ്കിൽ അത് അലി കൊടുക്കണം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്തേ മുത്തനബി പറഞ്ഞു? ലാ യഖ്ലി അന്നി, എനിക്ക് ഞാൻ എവിടെയെങ്കിലും കൊടുക്കണ്ടെങ്കിൽ നിങ്ങളാരും കൊടുക്കണ്ട. ആര് കൊടുക്കും? അലി കൊടുക്കും. നിങ്ങൾക്കാർക്കും കടണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, പക്ഷെ എനിക്ക് കടണ്ടെങ്കിൽ അലി കൊടുക്കാൻ പാടില്ല. അലിയുടെ മടിത്തട്ട് ഖദീജ. അത് പറയാനുള്ള അവകാശം മുസ്തഫ നബിക്കുണ്ട്. എന്റെ അലി ആയത് ഖദീജാനെ മടിത്തട്ടുണ്ടാ. ലാ യഖ്ലി അന്നി ഇല്ലാ അലി, എനിക്ക് കടം വന്നാൽ ആരെ വിട്ടാൻ പാടുള്ളൂ? അലി മാത്രം. മനസ്സിലായില്ലേ? പറഞ്ഞു വഹുവ അഖീ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹോദരനാണ് അലി. ലാ യഖ്ലി അന്നി, നിങ്ങൾക്ക് ആർക്ക് കടണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. നിങ്ങളെ അനന്തര സ്വത്ത് നിങ്ങളെ കുടുംബത്തിന്, നിങ്ങളിൽ ആർക്കെങ്കിലും കടം കൊണ്ട് മരിച്ചു പോയാൽ ആ വിഷയത്തിന്റെ ഉത്തരവാദിത്വം എനിക്കായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പുണ്യ റസൂൽ സ്വഹാബികളോട് പറയാണ്, നിങ്ങൾ ആരെങ്കിലും നല്ല നടത്തുന്ന ഒരാൾ ഒരു 2 ദിർഹമോ 10 ദിർഹമോ 15 30 ദിർഹമോ 40 കടം വെച്ചുണ്ടായി മരിച്ചുപോയി എങ്കിൽ ഹബീബായ റസൂൽ പറയും, മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? കടം വീട്ടണം. നബി കട ഏറ്റെടുത്തു. അപ്പൊ ഒരു സ്വഹാബി പറയും, നബിയെ ഞാൻ കൊടുത്തോളാം, അല്ലെങ്കിൽ നബി കൊടുക്കും, അതിന് വഴി നബി ഉണ്ടാക്കും, അല്ലാതെ നിസ്കരിക്കൂല. എന്നാലോ അവസാനം പടയങ്കി പണയപ്പെടുത്തിയ റസൂൽ വഫാത്തായി. ആ പടയങ്കി മോചിപ്പിക്കുന്നത് അലിയാലാണ്. പറഞ്ഞിരുന്നു, എന്റെ കടം അലി അല്ലാത്തൊരാൾ
വീട്ടാൻ പാടില്ല. അലി വളർന്നത് പറ ഖദീജ പിടിച്ചിട്ടില്ല. അലിയുടെ ഭാര്യ ഖദീജാവിന്റെ പള്ളനുമില്ല. ആ കുടുംബത്തിന്റെ കുട്ടികളാണ് ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് അവര് നമ്മളെ തച്ചാട്ടിയാലും നമ്മൾ അവിടെ തന്നെ പോയി കാണാം. അവരെ വിട്ടൊരു ദീനുണ്ടാവില്ല ലോകത്ത്. അവരെല്ലാരും കൂടി വലാലത്തിന് മേൽ യോജിക്കൂല. അവരെപ്പോഴും അങ്ങനെ തന്നെ ആ കൊമ്പ് അങ്ങനെ തന്നെ വയ്ക്കണം. മനസ്സിലായില്ലേ? അവർ നമ്മളെ അറിയുന്നു എന്നതാണ് നമ്മുടെ സന്തോഷം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ചില മഹാന്മാരായ അഹ്ലുൽ ബൈത്ത് എന്നെ അറിയും എന്നതാണ്. അതന്നെയാണ് അവരെന്നെയാണ്. അവർ നമ്മളെ ശാസിക്കുമ്പോഴും അവർ മക്കളെ പോലെ അല്ലാതെ നമ്മളെ ശാസിച്ചിട്ടില്ല. ഈ അടുത്ത ദിവസം പോലും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്ന നിലക്കല്ലാതെ കണക്കാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഒരാളോട് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു മഷ്ഹദ്, ഈ മെഹ്റാബ് എന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ട്? അവർ രണ്ടാളുണ്ട്. ഒന്ന് മുഹമ്മദ് മുസ്തഫ, ഒന്നാര് ഖദീജത്തുൽ കുബ്ര. അത് തറവാട്ടുകാരാണ്. അവരെ വല്ലിപ്പേണം സയ്യിദുന ഇബ്രാഹിം. വിത്ത് ഗുണം അതാ നന്മ നിലനിൽക്കും. വേറെ ആരെ കൈ കൂടെ നിങ്ങൾ പോയാലും നശിച്ചു. അഹ്ലുൽ ബൈത്ത് കൂടെ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അവരാരാ? അവർ നമ്മളെ അസ്ലാണ്. അപ്പൊ നമ്മൾ വളരെ ചിന്തിക്കണം. ഇവിടെ ലോകത്തെ 3 മാതൃക ഉമ്മയും ഉപ്പയാണ് ഞങ്ങൾക്ക് കാണിച്ചത്. അതിൽ ആലമിയത്തിന്റെ ഉമ്മയാണ് ആര്? ബശരിയത്തിന്റെ ഉമ്മയാണ് ആര്? ആദം. ഹവ്വയിലെ ഹവ്വ ആദമിയത്തിന്റെ ഉമ്മയാണ്. മനസ്സിലായില്ലേ? ഈമാന്റെ ഉമ്മയാണ് ആര്? ഹാജർ. എന്നാൽ ഈമാനും ഇസ്ലാമും ഇഹ്സാനും എല്ലാം ചേർന്ന ലോകത്തിന്റെ ഉമ്മയാണ് ആര്? ഖദീജ. ലോകത്തിന്റെ ഉമ്മയാണ്. വമാ അർസൽനാക ഇല്ലാ. ലോകത്തിന്റെ ഉമ്മ, ലോകത്തിന്റെ ഉമ്മ, ലോകത്തിന്റെ ഉമ്മ, ലോകത്തിന്റെ ഉമ്മയാണ് ഖദീജ. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹാ. ലോകത്തിന്റെ മാതാവാണ് ഖദീജ. ലോകത്തിന്റെ ഉമ്മയാണ്, എല്ലാവർക്കും ഉമ്മയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. അവരെ മാറ്റി ഒരു ലോകം ഉണ്ടാവില്ല. അവർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആദ്യം വിശ്വസിച്ച ആൾ ഖദീജയാണ് റളിയല്ലാഹു അൻഹാ. ഈ ഖദീജ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞതിന്റെ പൊരുളതാണ്, ഉമിർതു അൻ അതസവ്വജക മുൻദു 20 സന. ഞാൻ 20 കൊല്ലം മുമ്പെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയിട്ടുണ്ട് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന്. ആര് പറയാ? എനിക്ക് ഇൽഹാമ കിട്ടിയിട്ടുണ്ട്. അന്ന് കെട്ടിയിട്ട് 15 കൊല്ലമായിട്ടുള്ളൂ. 20 കൊല്ലം മുമ്പ് ഇൽഹാമ കിട്ടിയിട്ടുണ്ട്. ആര് പറയാ? ഖദീജ പറയാ. അപ്പോൾ ഖദീജ തേടി നടക്കും ആരെ? റസൂലുള്ളാഹിനെ. റസൂലുള്ളാഹി ലോകത്തിനെ തേടാണ്, ഖദീജ റസൂലുള്ളാഹിനെ തേടാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പന്തൽ വള്ളിയെ തേടേണ്ടതില്ല, വള്ളി പന്തലിനെ തേടേണ്ടത്. കാരണം വള്ളി ഇല്ലെങ്കിൽ നട്ടം, പന്തല്ലെങ്കിൽ നട്ടം. വള്ളിക്കാണോ? പന്തലിന് വള്ളി ഉണ്ടായാൽ എന്ത്, ഉണ്ടായില്ലെങ്കിൽ. അപ്പൊ കല്യാണം കഴിക്കേണ്ട 5 കൊല്ലം മുമ്പ്. മനസ്സിലായ പറഞ്ഞത്? അള്ളാവിന്റെ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇൽഹാമ കിട്ടിയിട്ടുണ്ട്. എത്ര കൊല്ലം മുമ്പ്? നബിയായിട്ട് വരിക. അപ്പോൾ പറയാ, എനിക്ക് 20 കൊല്ലം മുമ്പ് വിവരം കിട്ടിയിട്ട് നിങ്ങൾ നബിയാവും, നിങ്ങൾ എന്റെ ഭർത്താവും വിവരം കിട്ടിയിട്ട് ഞങ്ങളെ കാത്തിരിക്കുന്നു. ഇവിടെ എന്തടോ ഇത് തമ്മാടിത്തരം എന്നല്ലാതെ. പക്ഷേ അതിന് പ്രതികരിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? മാപ്പിളക്ക് ചരിത്രം അറിയില്ല. മാപ്പിളക്ക് വന്നു പോയ നിസ്സാരമായി ഇന്ന് നടക്കുന്ന കാര്യങ്ങളിൽ വരെ നമ്മൾ പ്രതിഷേധിച്ചിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല. നിസ്സാരപ്പെട്ട കാര്യങ്ങളിൽ പോലും തീജ്വാലയം കൊണ്ട് ഇറങ്ങുന്ന മുസ്ലിം സംഘടനകൾ ഒരു പ്രതിഷേധം പോലും ഈ വിഷയത്തിൽ നടത്തിയില്ല. എന്തുകൊണ്ട്? ചരിത്രം അറിയില്ല. ഇന്നലെ മരിച്ച മോലിയാരെ ചരിത്രം അറിയും, ഖദീജാവിന്റെ ചരിത്രം അറിയില്ല. ഇന്നലെ മരിച്ച മോലിയാരെ ഉമറായിന്റെ ചരിത്രം അറിയും. കോഴിക്കോട്ട് വന്ന ഒരു അലവിക്കുട്ടി മരിച്ചു സങ്കല്പിക്കുക, വലിയ പൈസക്കാരനായ അലവിക്കുട്ടി എങ്കിൽ നാളെ എന്നെ പോലത്തെ ആളുകൾ കൂടിയിട്ട് മറ്റന്നാൾ എന്ത് ചെയ്യും? വലിയൊരു ബുക്ക് ഇറക്കും, ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ജീവചരിത്രം.
എന്നിട്ട് കോഴിക്കോട്ടെ ഹാളിൽ നമ്മൾ അതിന് പ്രകാശനം ചെയ്യും. ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ദീൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏറ്റവും സെഡ് ഉള്ളതില്ലാത്ത മുഴുവനും പെരുപ്പിച്ച മുഴുവൻ അലവിക്കുട്ടിയെ പറ്റി എഴുതിണ്ടാവും. ആരെ അറിയില്ല? ഖദീജ, അസ്ലായ ഖദീജ അറിയില്ല. അവിടെ ശൈത്താൻ വിജയിച്ചു. ചരിത്രത്തെ പൊടിമണ്ണിടുന്നതിന്റെ കാര്യത്തിൽ പിശാചിനെ വിജയിക്കാൻ കഴിഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ വളരെ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത ആഴ്ച ഖദീജ ബീവിയുടെ നിസ്കാരമാണ്. ആദ്യം മനസ്സിലായില്ല, കൽബിന്റെ പ്രകടന ഭാവമാണ് എന്ത്? നിസ്കാരം. ഭൂമിയിൽ ആദ്യം നിസ്കരിച്ച ആൾ ഉമ്മത്തിൽ ഖദീജയാണ്. അടുത്ത ആഴ്ച കാണിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? ആത്മാവിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നേട്ടം ഈമാനാണ്. ശരീരം ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നിസ്കാരം. അഫ്ളലുൽ അഅ്മാലി ബദനിയത്തി കുല്ലിയ. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? പാറക്കുട്ടി നിസ്കാരം. ആത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ സായുജ്യം എന്താ? ഈമാന്. അതാദ്യം കിട്ടിയതാർക്കാ? ഖദീജ. ശരീരം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? നിസ്കാരം. ആദ്യം നിസ്കരിച്ചാരാ? ഖദീജ. ബാക്കിയുള്ളവർക്ക് എന്താ ളുഹർ എന്താ അസ്ർ എന്നറിയാത്ത കാലത്ത് ആദ്യമായി നിസ്കരിച്ച ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ നിസ്കരിക്കാൻ പാടുള്ളൂ. ആദ്യം നിസ്കരിച്ച ആൾ ഖദീജയാണ്. സിദ്ദീഖുൽ അക്ബർ അല്ല, ആരുമല്ല. ആരാണ് ആദ്യം മുസ്ലിം ആയത്? ആരാണ്? എന്നാ സിദ്ദീഖുൽ അക്ബർ മഹാനല്ലേ? തീർച്ചയായും മഹാനാണ്, വലിയ മഹാനാണ്. ആകാശഭൂമികൾക്കിടയിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാനാണ് ആര്? സയ്യിദുനാ സിദ്ദീഖ്. അതിലൊന്നും നമ്മുടെ തർക്കമില്ല. പക്ഷെ ഖദീജ എന്ത്? അത് മനസ്സിലാക്കണം. ആദ്യം നിസ്കരിച്ച ആൾ ഖദീജയാണ് റളിയല്ലാഹു അൻഹ. ആ നിസ്കാരത്തിന്റെ ബാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ലോകത്തിൽ നിസ്കാരം എന്താണെന്ന് ആത്മാവിന്റെ അലങ്കാരമായ ഈമാനും പിന്നെ ശരീരത്തിന്റെ അലങ്കാരമായ നിസ്കാരം ഈ ഉമ്മത്തിൽ ആദ്യം സമർപ്പിക്കപ്പെട്ട് ഏറ്റെടുത്തതാരാ? ഖദീജയാണ്. ആ ഖദീജയുടെ പേരക്കുട്ടികളാണ് ആര്? ആര്? സീതമാര്. അപ്പൊ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഓരെന്നെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആദ്യം നിസ്കരിക്കേണ്ട ആരാ? കണ്ടോലെ മുഴുവൻ കയറ്റിയത്. സിനിമാ നടന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത പള്ളി കേരളത്തിലുണ്ട്. സിനിമയിൽ പാട്ട് പാടി ആക്ട് ചെയ്ത ഒരു നേതാവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത പള്ളി കേരളത്തിൽ ഉണ്ട്. 20 കൊല്ലം കൂടെ വന്നാൽ പള്ളി കാണിച്ചു. ഇതാണ് പള്ളി. ആ പരിസരവാസികൾക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടാവും, അയാളാണ് ഉദ്ഘാടനം ചെയ്തത്. ഒന്നും കൂടി പറയാം. സിനിമയിൽ പാട്ട് പാടി ആക്ട് ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് ഉദ്ഘാടനം ചെയ്ത പള്ളി കേരളത്തിലുണ്ട്. പക്ഷെ സുന്യാള പള്ളി ആ ജാതി കോന്തുണ്ണിയാൾ ഉദ്ഘാടനം ചെയ്യൂല. അതാഹൽ വെച്ചാൽ ഉദ്ഘാടനം ചെയ്യും. ഒന്നും കൂടി വിചാരിക്കരുത്, ഓലൊക്കെ നല്ലോരല്ലേ? നല്ലോരാണോ മോശപ്പെട്ട ആളാണോ എന്ന് തീരുമാനിക്കണ വില്ലേജ് ഓഫീസ് അല്ലത്. ഇത് ദീൻ എങ്ങനെ വന്നു തീരുമാനിക്കണ സ്ഥലം. നല്ലോരും മോശപ്പെട്ടവരൊക്കെ അവിടെ കുറെ ഓഫീസർമാർ ഇരിക്കുന്നുണ്ട് മേസറയിൽ. ഓരോ എഴുതി ഒപ്പിട്ടരും. അതിന്റെ ആള് ഞാനല്ല. ഇവിടെ ദീൻ വന്ന വഴി അവർ പള്ളി പുതുക്കി പണിതാൽ ഇവിടെ മനസ്സിലായ പറഞ്ഞ ആരെന്നെ ഉദ്ഘാടനം ചെയ്യണം? പറയാ കുട്ടി. അവരെക്കാൾ ഓത്തറിയുന്നവരും അവരെക്കാൾ ഫത്വ അറിയുന്നവരും ഒക്കെ ബാക്കിൽ ഉണ്ടെങ്കിൽ പോലും വരങ്ങും. എന്തുകൊണ്ട്? വരെ ബാപ്പാക്കാണ് ദീനും നിസ്കാരവും കിട്ടിയത്. വരെ ഉമ്മയാണ് ആദ്യം നിസ്കരിച്ച് ഓതുണ്ടാക്കിയത്. അപ്പൊ ആ മാർഗത്തിൽ തന്നെ നമ്മൾ വരുന്നത്. എനിക്ക് എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു നിസ്കാര പള്ളി ഉണ്ടാക്കണമെന്നുണ്ട്, ഒരു നിസ്കരിക്കാനൊരു പള്ളി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പണിയൊന്നും ആയിട്ടില്ല. എന്റെ കയ്യിൽ അതിന് പൈസയില്ല. പൈസ വരുന്ന കാലത്ത് വരട്ടെന്ന് വെച്ചാൽ ഒരു അഹിൽ പൈത്തി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പൈസ ഒന്നും ആയിട്ടില്ല, പക്ഷെ ആവുമ്പോ പിന്നെ നിങ്ങളെ കിട്ടിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു തറക്കല്ലിട. ആ തറക്കല്ലിടലിൽ പങ്കെടുത്തവർ ഇവിടെ ഉണ്ടാവുമല്ലോ, കൈവക്കി. അത് തറക്കല്ലിടണ്ടോ അവരെന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അവരെന്നെയാണ് ഫത്വ. അവരെക്കാൾ ചിലപ്പോൾ നമുക്കറിയും. ഫത്വ ഇവിടെ പിന്നെ ഉണ്ടായതാണ്. മനസ്സിലായ പറഞ്ഞു. ഫത്വ ഉണ്ടായത് കുട്ടി, ഫത്വ ഉണ്ടായത് പിന്നെയാണ്. ഇവിടെ അസിലുണ്ടായത് അവരിലൂടെയാണ്. അവരെ ബാപ്പാക്ക് ദീൻ കിട്ടിയത്. അവരമ്മയാണ് ആ ദീൻ ആദ്യമായി ഏറ്റെടുത്തത്. അവരെ ബാപ്പയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവരമ്മയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. ആദ്യം ഈമാൻ കിട്ടിയത് ഖദീജ ബീവിക്കാണ്. ആദ്യം നിസ്കരിച്ചത് തെളിവ് അടുത്ത ആഴ്ച കാണിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നും നിഷ്പക്ഷമായി ചിന്തിച്ചിട്ട് ഇതിലേക്ക് വരണം. കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ പറയാണ്, നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിച്ചു വരണം. ഈ ക്ലാസ് നിങ്ങൾ നിഷ്പക്ഷമായി ഫോളോ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
വേറൊന്നും പറയില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്ന ഒരു പ്രസംഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 9 മണി, ഞാൻ പണ്ട് നിങ്ങളോട് പറയാറുണ്ട്, വെള്ളിയാഴ്ച നിങ്ങൾ ഉച്ചവരെയുള്ള പണിയൊന്നും ഒഴിവാക്കി കളയുക, അതിൽ ഖൈറില്ല. ഇപ്പൊ ഞങ്ങളോട് കനപ്പെട്ട് പറയുന്നു, വെള്ളിയാഴ്ച ഉച്ചവരെയുള്ള പണി ഒഴിവാക്കി കളയുക. എന്നിട്ട് രാവിലെ ദാറുൽ ഖുർആനിലേക്ക് വരിക. ഒരു ഏട് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ദാറുൽ ഖുർആനിലെ മാനേജർക്ക് ഞാൻ കൽപ്പന കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഏട് ഉണ്ടാക്കും, അതിൽ അൽകഹഫ് പോലും ഉണ്ട്. അതായത് ആ പന്തലിൽ തന്നെ ഇരുന്ന് അമല് കഴിഞ്ഞതിന് ശേഷം 9 മണി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൽകഹഫും കൂടി അവിടെ എന്നിട്ട് ഇറങ്ങി ചെന്ന് പിന്നെ നാട്ടിൽ വന്ന് ജുമാഅയുടെ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച ഒരു ദിവസം നിങ്ങൾ പണി ഏൽക്കണ്ട. നമ്മളൊരു യാത്രയാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള യാത്ര. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും എന്ത് ചെയ്യാം, 7 മണിക്ക് ദാറുൽ ഖുർആൻ എത്താം. 7 മണിക്ക് ആരംഭിക്കും. അതിലൊരു നോട്ടോ ഇല്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ആയുസ്സുള്ള കാലം അത്രയും. അള്ളാഹു തൗഫീഖ് തന്നാൽ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യുക. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾ ദുആന്റെ ബർക്കത്ത് കൊണ്ടാണ് ഇത് നടന്നു പോണത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ദാറുൽ ഖുർആനിലെ പ്രസംഗം ആരംഭിക്കും. 9 മണിക്ക് കൃത്യം അവസാനിക്കും ഇൻഷാ അല്ലാഹ്. അതിൽ വേറിട്ട പരിപാടി ഞങ്ങൾ പങ്കെടുത്തു നോക്കി. ഒരു നല്ല നിയത്ത് ചെയ്ത് വന്നാളി. എല്ലാ ദിവസവും ഞാൻ നന്നാകാനുള്ള നിയത്ത് ചെയ്ത് വന്നാളി. അവിടെ വന്നാൽ തന്നെ സ്വാഭാവികമായി നന്നാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല അവരുടെയൊക്കെ ഈ സ്വദഖ ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പർശോനെ റബ്ബേ, അല്ലാഹുവേ ഈ വരുന്ന ആളുകൾക്ക് വേറെ ലക്ഷ്യമില്ല റബ്ബേ, നീ ഖൈറാക്കണം. ഞങ്ങൾ ഉമ്മാനെ അല്ലാഹുവിന്റെ ഹബീബിനെ ദാഹിച്ചതിന് പച്ചവെള്ളം എന്നതിനേക്കാൾ ഇഷ്ടം റസൂലുള്ളാഹിക്ക്. ഖദീജ ബീവിയെ വർണ്ണിച്ചവര് നാം നരകത്ത് കിടക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. റസൂലുള്ളാഹിക്ക് അത്ര ഇഷ്ടമാണ്. റസൂലുള്ളാഹിക്ക് ഖദീജ ബീവിയെ അത്ര ഇഷ്ടം പറയാൻ പറ്റൂല. ഖദീജ ബീവിയെ ഒരാൾ നിസ്സാരാക്കിയാൽ റസൂലുള്ളാഹി ജീവിതത്തിൽ ദേഷ്യപ്പെടാത്ത വിധത്തിൽ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ഞാൻ റസൂലുള്ളാഹിനോട് പറയാതിരുന്നെങ്കിൽ, ഇതെങ്ങാനും ഈ ദേശം ഒഴിവായാൽ ഒരു കാലത്തും ഞാൻ റസൂലുള്ളാഹിനോട് വാക്ക് പറയൂല. ആ തള്ളന്റെ പിന്നെയും പറയണമെന്ന് ഞാൻ ഒരിക്കൽ നബിയോട് ചോദിച്ചിട്ട് ഞാൻ റസൂലുള്ളാഹിനെ ആ മുഖത്തിൽ കണ്ടിട്ടില്ല. അത്രയും വലിയ വല്ലഭാണ് റസൂലുള്ളാഹിക്ക് വന്നത്. ഇനി എങ്ങാനും അല്ലാഹ് നീ എന്റെ റസൂലുള്ളാഹിന്റെ മുഖത്തെ കോപമടക്കി തന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ഖദീജയുടെ നന്മയല്ലാതെ പറയില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അത്രയും വലിയ ഇഷ്ടമാണ് ഖദീജ. ആ ഖദീജ ബീവിയെ ഞങ്ങൾ വർണ്ണിച്ച് പറഞ്ഞത് അല്ലാഹ് ആ ഉമ്മാന്റെ മക്കളെ കൂട്ടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അല്ലാതെ വേറൊരു ലക്ഷ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ തമ്പുരാൻ, ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ റബ്ബേ, ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മക്കും ഉപ്പക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഈ ക്ലാസ്സിൽ വന്ന കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ബഹുമാനപ്പെട്ട ആരിമാഷ, അദ്ദേഹത്തിന് പ്രത്യേക മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, പ്രത്യേക ഫിർദൗസിന്റെ വാതിൽ തുറന്നു കൊടുത്ത അദ്ദേഹത്തിന് വലിയ സന്തോഷവും ആദരവും നൽകണമേ റബ്ബേ. ആ കുടുംബം അദ്ദേഹത്തിന് ശേഷം ഫിത്നയിലായി പോകരുതേ തമ്പുരാൻ. ആ ഉപ്പയൊക്കെ കാണിച്ച അതേ നേരായ മാർഗത്തിൽ പോകാൻ ആ കുടുംബത്തിന് നീ തൗഫീഖ് നൽകും. അവർ ചെയ്ത സ്വതക്കയും നീ കബൂലാക്കണമേ റബ്ബേ. അല്ലാഹുവേ, വേറെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹലാലായ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കണമേ റബ്ബേ. മരിച്ചവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണമേ റബ്ബേ. പ്രയാസങ്ങളെ ദൂരീകരിക്കണമേ റബ്ബേ. മക്കളെ സ്വാലിഹാക്കണമേ റബ്ബേ. പരീക്ഷ ഇന്ന് നാളെ മറ്റന്നാളായി അവസാനിക്കുന്ന പരീക്ഷ കുട്ടികൾക്ക് സന്തോഷത്തിന്റെ പരീക്ഷയാക്കി. എല്ലാ വിദ്യാലയങ്ങളിലും പരീക്ഷ കഴിഞ്ഞ് അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞ് ഹർഷപുളകതിരായി മക്കൾ പുറത്തു വരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കരുത്തും ശേഷി ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതൊരിക്കലും സമുദായ സംഘർഷത്തിന് വഴിവെക്കരുതേ പഠിച്ചോനെ. ഒരിക്കലും സമുദായ സംഘർഷങ്ങളിൽ എത്തിച്ചേരുതേ പഠിച്ചോനെ. രാജ്യത്ത് സുശക്തവും സുഭദ്രവും കരുണയുള്ളതും നീതിയുക്തവുമായ ഒരു ഭരണകൂടം അധികാരത്തിൽ വരണമേ തമ്പുരാൻ. ഒരു നീതിയുക്തമായ ഭരണകൂടം അധികാരത്തിൽ വരണം. ഒരു കരുണാമസമായ ഭരണകൂടം അധികാരത്തിൽ വരണമേ തമ്പുരാൻ. നീ സഹായിക്കണം. ലോകത്ത് ആദിമ മനുഷ്യൻ താമസിച്ച നാടാണ് ഇന്ത്യ. ആ രാജ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് റബ്ബേ. ഇന്ത്യ എക്കാലത്തും ന്യൂസിലാൻഡല്ല ലോകത്തിന് ഉദാഹരണമാകേണ്ടത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യ ആദിമ മനുഷ്യന്റെ നാടാണ് ഇന്ത്യ. ഇന്ത്യയെക്കാൾ ചരിത്രം പറയാൻ ഇവിടെ ലോകത്തിൽ ഒരു രാജ്യത്തിന് കഴിയില്ല. ആ രാജ്യം ലോകത്തിന് മാതൃകയായി നിലനിൽക്കണമേ റബ്ബേ. എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങൾ രാജ്യത്തെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്നവർക്ക് ആഫിയത്തും സൗഖ്യവും ദീർഘായുസ്സും നിന്റെ പൊരുത്തവും നൽകണമേ പടച്ചോൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار.